بسم الله الرحمن الرحيم. الحمد لله رب العالمين. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. എല്ലാവരും എഴുന്നേറ്റ് മോൻ സ്വലാത്തിലാക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء. ഇസ്ലാമിന്റെ പഠനവും പ്രചരണവും ഉദ്ദേശിച്ച് ഈ മദീനത്തുൽ നൂർ പ്രകാശനഗരിയിൽ സ്ഥാപിക്കപ്പെട്ട ഈ കോളേജിന്റെ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അതിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ ഇരിക്കുന്നവരാണ് നിങ്ങളിൽ ചിലർ. അതുകൊണ്ട് തന്നെ നീണ്ട ഒരു പ്രസംഗം നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതുവരെയും ധാരാളം പ്രസംഗവും ഒക്കെ കേട്ടവരും ആണല്ലോ. ചുരുങ്ങിയ സമയം സംസാരിച്ച് ഞാൻ എന്റെ വാക്കുകളിൽ അവസാനിപ്പിക്കും.
ആ മൂല്യം ഉറങ്ങിയതാണെങ്കിൽ വിളിക്കണം, വരുന്നത് പറ്റിയതാണെങ്കിൽ നമുക്ക് ചെയ്യണം. ഞാൻ നേരത്തെ ഇരിക്കുന്ന സാധാരണ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു മനസ്സിലാക്കിയിട്ട് എല്ലാവരും എഴുന്നേൽപ്പിച്ച് പോകുന്നു സലാത്ത് ചെയ്ത് ചോദിച്ചു. ആ സലാത്ത് ചൊല്ലിയിട്ട് ശേഷം രണ്ടാമത് ഉറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറൊരു സലാത്ത് ചൊല്ലിക്കായിരുന്നു. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീൻ ഇന്നദ്ദീന യുസ്റുൻ വലൻ യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ഇന്ന് രാവിലെ സഹീഹുൽ ബുഖാരിയിൽ മുതഅല്ലിമുകൾക്ക് ഓതിക്കൊടുത്തൊരു ഹദീസിന്റെ ഭാഗം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്നതാണ്. ഇന്നദ്ദീന യുസ്റുൻ, പരിശുദ്ധ ഇസ്ലാം ദീൻ അത് ഹനീഫിയത്താണ്, വളരെ ക്ലിയറാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹുവിന്റെ ദീനിൽ വല്ലവരും കടുംപിടുത്തം പിടിച്ചാൽ, കടുംപിടുത്തം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കടുംപിടുത്തം പിടിച്ച് ആവശ്യമുള്ളത് അയച്ചിട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ദീൻ അവനെ ജയിക്കും. അവൻ പരാജയപ്പെട്ടു. അവന് ദീനനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ വിഷയങ്ങളൊക്കെ എളുപ്പമാകും. അപ്പൊ നിങ്ങൾ നോക്കൂ, എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഒരു കൂർക്കൻ കോഴിയെ പിടിക്കാൻ നടക്കുന്നത്. എവിടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട്. ഈ കുറുക്കൻ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ, കാണുന്നുണ്ടോ, വേറെ വരുന്നുണ്ടോ, ഒട്ടാകെ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ടല്ലേ ഒരു കുറുക്കൻ കോഴിയെ പിടിക്കാൻ വേണ്ടി എത്ര അധ്വാനിക്കുന്നുണ്ട്. കാരണം കോഴിയുടെ മാംസത്തിന്റെ രുചി അത് നല്ല രുചിയാണെന്നും പിടിച്ചു കിട്ടിയാൽ മോശമില്ല എന്നുള്ള വിചാരം തന്നെ കുറുക്കന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. ഇത് വെറും ഒരു കുറുക്കന്റെ സ്വഭാവം മാത്രമല്ല. നിങ്ങൾ നോക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ പണി നടത്തുമ്പോ ആ ബിൽഡിങ്ങിന്റെ മേലെ കയറി നിന്ന് കടുത്ത വെയിലത്തിൽ ഈ എത്ര പ്രയാസത്തോടുകൂടിയാണ് ഒരു തൊഴിലാളി ജോലി ചെയ്യുന്നത്. ഒരു തെങ്ങിന്റെ മേലെ നിന്ന് തേങ്ങ വലിക്കുന്ന തൊഴിലാളി രാവിലെ മുതൽ ഓരോ തെങ്ങിന്റെയും മേലെ കയറി എത്ര അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം ജോലിയിൽ ഏർപ്പെടുന്നത്. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കൂ. എന്താ കാരണം? കാരണം പ്രതിഫലം കിട്ടും, ഫലം കിട്ടും എന്ന ഉറപ്പ് മനസ്സിലുള്ളത് കൊണ്ട് അധ്വാനിക്കുമ്പോൾ അതിനൊരു പ്രയാസവും തോന്നുന്നില്ല എന്നതാണ് ഒരു ഉറപ്പുണ്ട്. എന്തായിരുന്നാലും കുറെ തെങ്ങും കയറിയ വെറുതാവൂല. ഏതായിരുന്നാലും ഈ ബിൽഡിങ്ങിന്റെ മേലെ ഞാൻ വീർപ്പ് ഒഴിച്ച് അധ്വാനിച്ചാൽ അത് വെറുതെ ആവൂല എന്ന ഉറപ്പ് ആ തൊഴിലാളിക്കുണ്ട്. ഇതുപോലെ ഏത് വിഷയവും, അതുകൊണ്ട് അവനത് എളുപ്പമാണ്. ഏത് വിഷയവും നമുക്ക് അതിന് ഫലം ലഭിക്കും എന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ഏത് പ്രയാസങ്ങളെയും നേരിടാൻ മനുഷ്യന് പ്രശ്നം ഇല്ല. അവന് എളുപ്പം വന്നുപോയി. ആദ്യം എന്ത് വേണം? ഒരുറപ്പ് വേണം. ആ ഉറപ്പ് വാസ്തവത്തിൽ അതാണ് ഈമാൻ. എന്ത് ഈമാൻ? അല്ലാഹുവിനുള്ള ഉറച്ച വിശ്വാസം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ വിഷയങ്ങളും സത്യമാണ് എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങൾ കാണിച്ചു തന്ന പാത
അത് ശരിയായ പാതയാണ് എന്ന ഉറച്ച വിശ്വാസം. അതാണ് ശരിയായ ഉറപ്പ്. ആ ഉറപ്പ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ അവനെല്ലാം എളുപ്പമായി. ഉദാഹരണം ഞാൻ പറയാം. രാവിലെ സുബഹിന്റെ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. ആ ബാങ്കിൽ ആദ്യം തന്നെ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഏത് മനുഷ്യനും ആദ്യം കേൾക്കേണ്ട ഒരു വാചകമാണ്. ഏത് മനുഷ്യന്റെയും മനസ്സ് തട്ടി ഉണർത്തുന്ന ഒരു വാചകമാണ്. അതുകൊണ്ട് തന്നെ പ്രസവിക്കപ്പെട്ട ഉടനെ പ്രസവിച്ച കുട്ടിയുടെ വലത്തേ ചുവട്ടിൽ കേൾപ്പിച്ചു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്ത്രീകൾക്ക് ബാങ്ക് കൊടുക്കാൻ പാടില്ല. ബാങ്ക് കൊടുക്കുന്നവർക്ക് വലിയ ബഹുമാനം ഉണ്ട്. ബാങ്ക് കൊടുക്കുന്നവനെ നോക്കൽ സുന്നത്താണ്. ബാങ്ക് കൊടുക്കുന്നവന്റെ ശബ്ദം കേൾക്കൽ സുന്നത്താണ്. പള്ളിയിലെ മുക്കരിക്കാനെ നോക്കൽ സുന്നത്താണ്. പ്രസിഡന്റിനെ നോക്കൽ സുന്നത്തില്ല. സെക്രട്ടറിനെ നോക്കൽ സുന്നത്തില്ല. ബാങ്ക് കൊടുക്കുന്ന നോക്കൽ സുന്നത്താണ്. എപ്പോഴും നോക്കണ്ട, ബാങ്ക് കൊടുക്കുമ്പോൾ മാത്രം നോക്കിയാൽ മതി. ബാങ്ക് കൊടുക്കുമ്പോൾ കേൾക്കലും സുന്നത്താണ്. ഇതിന് രണ്ടിനും സ്ത്രീ അനുയോജ്യം അല്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് ജമാഅത്തിന്റെ ബാങ്ക് കൊടുക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പെൺകുട്ടികളെ കൊണ്ട് ബാങ്ക് കാണാതെ പഠിപ്പിക്കുന്നുണ്ട്. ബാങ്കിന്റെ ചോദ്യം വരുമ്പോൾ പെൺകുട്ടികൾ എഴുതണം ബാങ്കിന്റെ വാചകം. എന്തിനാ പിന്നെ പഠിക്കുന്നതെന്നൊരു സംഖ്യ ഉണ്ടാവും. ആ സംശയത്തിന്റെ മറുപടി കൂടി പറയാം. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വലത്തേക്ക് ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. അതിന് പുരുഷൻ തന്നെ ആകണം എന്നില്ല. അത് സ്ത്രീകൾക്കും ആ ബാങ്ക് കൊടുക്കാം. അതിന് പുരുഷനാകണം എന്നില്ല. പുരുഷന്മാരെ നോക്കി നടക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ ഈ കുട്ടീനെ മടിയിൽ വെക്കാൻ ഒരു അന്യ പെണ്ണു, എന്നിട്ട് പിന്നെ ഒരു അന്യപുരുഷൻ ബാങ്ക് ആക്കണ്ടല്ലോ. പെണ്ണു തന്നെ ബാങ്ക്. പക്ഷേ ജമാഅത്തിന്റെ ബാങ്ക് പോലെ ഒരു സാമൂഹികമായി എല്ലാവരെയും കേൾപ്പിക്കുന്ന ബാങ്കല്ല. മറിച്ച് ഈ ചെറിയ കുട്ടിയെ മാത്രം കേൾപ്പിക്കുന്ന ബാങ്കാണ്. അത് ഈ സ്ത്രീയുടെ നാവിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകാൻ വകുപ്പില്ല. ഈ കുട്ടി കേട്ടിട്ട് ഈ എന്ത് കുഴപ്പം വരാനാണ്? അതുകൊണ്ട് സ്ത്രീകൾക്കും ആ ബാങ്ക് വിളിക്കാം. അപ്പൊ സ്ത്രീകളും ബാങ്കിന്റെ വാചകം പഠിക്കണം. പെൺകുട്ടികളും പഠിക്കണം. അവർക്കും അങ്ങനെ ബാങ്ക് കൊടുക്കൽ പറ്റിയ സമയം കൊടുക്കും. ബാങ്ക് കൊടുക്കൽ ജമാഅത്തിന്റെ ബാങ്കിന്റെ പുറമെ ഫത്ഹുൽ മുഈനിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തായ കുറെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒരാൾക്ക് ദേഷ്യം പിടിച്ച് ചൂടായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ചില ആളുണ്ടല്ലോ ഇങ്ങനെ സംസാരിച്ചാലും പിന്നെ മുമ്പ് പിടിച്ചാൽ കിട്ടൂല, ഇങ്ങനെ വയസ്സായിട്ട് ഇങ്ങനെ പറ്റും. അങ്ങനത്തെ ആളുകൾ അവരെ ചുവട്ടിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ദേഷ്യം പിടിച്ചവന്റെ ചുവട്ടിൽ ഒരൊറ്റ ബാങ്ക്. ദേഷ്യം പിടിച്ചവന്റെ ചുവട്ടിൽ കൊടുക്കാന്ന് വേണമെങ്കിൽ ഒരു കൈ അപ്പുറത്ത് നിന്നിട്ട് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾക്കറിയാം, പശു, പോത്ത്, കാള തുടങ്ങിയ ജീവികൾ അത് മനുഷ്യന് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ ഓടിച്ചാടി കളിച്ച് അതിനെ പിടിക്കാൻ പ്രയാസമുള്ള രൂപത്തിലുള്ള കളി കളിക്കുമ്പോ പഴയകാലത്ത് മൊട്ട് കാട്ടിലാണ് പറയാം. അത് പറയുമ്പോൾ തന്നെ തിരിയത് സംഗതികൾ കാട്ടിയ വിഷമുള്ള സംഗതി തന്നെയാണ്. ആ രൂപത്തിലുള്ള പശുക്കളുടെ ചവിട്ടിലും ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. തീ പിടിച്ച സ്ഥലത്ത് ഫയർ സർവീസുകാരെ വിളിക്കൽ നിർബന്ധമുണ്ട്. ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ബാങ്കിങ് എന്ന് പറയുന്നത് ദിക്റാണ്.
അതിൽ ഒന്നാമത്തെ ദിക്ർ തക്ബീറാണ്, അല്ലാഹു അക്ബർ. രണ്ടാമത്തെ ദിക്ർ ഷഹാദത്ത് കലിമയാണ്. മൂന്നാമത്തെ ദിക്ർ ഉത്ബോധനമാണ്, നിസ്കാരത്തിലേക്കുള്ള ഉത്ബോധനമാണ്. നാലാമത്തെ ദിക്ർ നിസ്കരിച്ചാൽ കിട്ടുന്ന ഫലം എന്താണെന്ന് പറയുന്ന ഉത്ബോധനം ആണ്. പിന്നെയുള്ള ദിക്ർ വീണ്ടും തക്ബീറാണ്. അവസാനത്തെ ദിക്ർ തഹ്ലീലാണ്. ആകയാൽ ബാങ്ക് പൂർണ്ണമായി ദിക്റാണ്. ആ ദിക്റിന്റെ കൂട്ടത്തില് ഉത്ബോധനം എന്ന് പറഞ്ഞാണ് ഹയ്യ അല സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, അത് ഉത്ബോധനമാണ്. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നിസ്കാരങ്ങളുടെ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന ഉത്ബോധനമാണ്. ഇതൊക്കെ കൂടി ദിക്റാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകൾ പറയും ഈ മുസ്ലിംമാര് വയറും പറഞ്ഞ് നടത്തുകയാണ്, ദിവസം നടത്തുകയാണ്, നമ്മളെ ചെയ്ത് ദിക്റിങ്ങനെ ചെല്ലുകയാണ്. വയറുവരയിൽ ദിക്റാ, ഉത്ബോധനങ്ങളൊക്കെ ദിക്റാ. ബാങ്കിന്റെ ഉള്ളിൽ ഹയ്യ അല സ്വലാഹ് എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ഉത്ബോധനമാണ്. അത് ദിക്റാണ്, തദ്ബീറാണ്. അത് ദിക്റാ, എഴുത്ത് പഠിപ്പിക്കൽ ദിക്റാ, ദിവസം നടത്തൽ ദിക്റാ, ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കലാം. അതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരെ ഇപ്പോൾ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ട ദിക്റാണ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ബാങ്ക് കേൾക്കുന്ന സമയത്ത് ശൈത്താൻ ഓടിക്കളയും. ദിക്ർ കേൾക്കുന്ന ശൈത്താൻ ഓടും. അതുപോലെ ഇങ്ങനെ ഓടുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പറഞ്ഞത് ജീവായുകൊണ്ട് ഓടുന്ന എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അത്ര നീയനായിട്ട് ഓടുന്ന. എന്താ കാരണം? ബാങ്ക് വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. അതിന്റെ ഒന്നാമത്തെ ദിക്ർ അല്ലാഹു അക്ബർ. കുറേ കാര്യങ്ങൾ പറയാൻ സമയമില്ല. ദിക്ർ ആരുടെ മുന്നിൽ വെച്ച് ചൊല്ലുന്നുവോ അവരുടെ ഭാഷ നോക്കി ചൊല്ലാനുള്ളത് അല്ല, അവരുടെ ഭാഷ നോക്കി നിർവഹിക്കാനുള്ളതല്ല. ബ്രിട്ടീഷുകാരൻ ബാങ്ക് വിളിക്കുമ്പോ ഇംഗ്ലീഷിൽ പറ്റൂല, കാരണം ബാങ്ക് ഒരു ദിക്റാണ്. മലയാളി ബാങ്ക് വിളിക്കുമ്പോ മലയാളത്തിൽ ഉച്ചരിക്കാൻ വരും എന്ന് വിളിച്ചു പറഞ്ഞാൽ പറ്റില്ല, ഉത്ബോധനാമെന്ന് പറഞ്ഞിട്ട് പറ്റില്ല. അതാണ് ബാങ്കിനെ അറബിയിൽ പറയുന്നതിന്റെ അർത്ഥം അറിയിപ്പുന. പക്ഷേ അറിയിപ്പാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഭാഷ മാറ്റാൻ നിവൃത്തിയില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഏത് ഭാഷയിൽ ആ ദിക്ർ കൊണ്ടുവന്നോ അതേ ഭാഷയിൽ തന്നെ ആ ദിക്ർ കൊണ്ടുവരണം. ഏത് ദിക്റിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ അത് അറിയുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നിസ്കാരത്തിലുള്ള ദിക്റുകൾ തക്ബീർ, അത്തഹിയ്യ, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, റബ്ബനാ ലക്കൽ ഹംദ്, എല്ലാം ഒരൊറ്റ ഭാഷ, അറബി ഭാഷയിൽ മാത്രം. ഇതുപോലെ ജുമഅത്തിന്റെ നിബന്ധനയായിരിക്കും ഖുർആനിൽ അല്ലാഹു ഫത്ഹു ഇലാ ദിക്രില്ലാഹി എന്ന് പറഞ്ഞ ദിക്ർ, വയസ്തമിഊന ദിക്റ എന്ന് ഹദീസിൽ പറഞ്ഞ ദിക്ർ, അതാണ് ദിക്റുല്ലദീ യുഫ്അലു ബഅദ നിദാഇ ഹുവൽ ഖുത്ബ. ജുമഅന്റെ ബാങ്കിന് ശേഷം നിർവഹിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഖുർആനും ഹദീസും പഠിപ്പിച്ച ദിക്ർ അത് ഖുത്ബയാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ദിക്റാണ് ഖുത്ബ. ദിക്റുകളെല്ലാം അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ചു തന്ന അതേ ഭാഷയിൽ പഠിപ്പിച്ചു തന്നതുപോലെ നിർവഹിക്കണം. അതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കത്തിന് അവകാശം ഇല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അല്ലാഹു അക്ബർ എന്ന ദിക്ർ അതിന്റെ മറ്റിലൊന്നും നോക്കണ്ടല്ല. ദിക്റിന്റെ സ്ഥലത്ത് ദിക്ർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരാന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ ദേഷ്യം പിടിച്ച് തുള്ളിക്കളിക്കുന്ന പോത്തിന്റെ ചവിട്ടിൽ ഹയ്യാല ഫലാഹ് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ പോത്ത് നിസ്കരിക്കാൻ വരൂല. ദേഷ്യം പിടിക്കാത്ത പോത്ത് തന്നെ വരൂല, അവരെ ദേഷ്യം പിടിച്ച പോത്ത് വരുന്നു. പക്ഷേ ചൊല്ലൽ ആ ബാങ്കിന്റെ ലഘുത തന്നെ ചൊല്ലണം. അതാണ് സുന്നത്ത്.
തീപിടിച്ച സ്ഥലത്ത് എന്നടങ്ങുന്ന ബാങ്ക് വിളിക്കൽ സുന്നത്തും ഫയർ സർവീസുകാരെ വേറെ വിളിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കണക്കിന് വാസ്തവത്തിൽ പറയേണ്ടത് തീപിടിച്ച സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാൻ വരുമെന്നല്ല പറയേണ്ടത്. നിസ്കരിക്കാൻ പോയവർക്ക് പള്ളിയിൽ തീപിടിച്ച സ്ഥലത്തേക്ക് വരുമെന്നാ പറയേണ്ടത്. അത് വേറെ നിങ്ങൾ പറഞ്ഞു ബാങ്ക് ബാങ്കാറ്റിന് കൊണ്ടോ. ദേഷ്യം പിടിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദേഷ്യം പിടിച്ചതാ ചെരുപ്പ് മാറിപ്പോയിട്ട്. അപ്പൊ അവന്റെ വീട്ടിൽ കൊടുക്കണം ബാങ്ക്. ഇപ്പൊ പറയേണ്ടത് കയ്യാരപ്പല നിശ്ചയിക്കാൻ വരുന്ന നിശ്ചയിച്ച് പോയിക്കോളൂന്നല്ല. അത് വേറെ പറഞ്ഞോളൂ, കുഴപ്പമുണ്ടാക്കാതെ പോയിക്കോളൂ. ചൊല്ലൽ തന്നെ വരണം കയ്യാരപ്പല വരണം. ദിക്ർ അങ്ങനെയാണ് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ പോലെ മാറ്റാൻ നോക്കില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ബാങ്കിന്റെ ലഫ്ദ് എന്നാണ് പറഞ്ഞത്. അതിലൊന്നാമത്തെ ലഫ്ദ് അല്ലാഹു അക്ബർ. പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചവിട്ടിലും കേൾപ്പിക്കണം അല്ലാഹു അക്ബർ 4 പ്രാവശ്യം. അത് കഴിഞ്ഞ് ബാങ്കിന്റെ ലഫ്ദ് മുഴുവനും വലത്തേ ചവിട്ടിൽ കേൾപ്പിച്ചു. പിന്നെ ഇടത്തേ ചവിട്ടിൽ ഇഖാമത്തിന്റെ ഭാഗവും കേൾപ്പിച്ചു. ആദ്യം തന്നെ നമ്മുടെ കുട്ടി കേൾക്കുന്ന വാചകം അല്ലാഹു വലിയവനാണ് എന്നതത്രേ. അവസാനം കേൾക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വലിയവനായ അല്ലാഹുവല്ലാതെ വേറെ ആരാധനക്കർഹനില്ല എന്നതാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ജമാഅത്തായിട്ടുള്ള നിസ്കാരങ്ങൾക്കൊക്കെ ബാങ്കുണ്ട്, അല്ലെങ്കിൽ അസ്സലാത്ത് ജാമിഅന്ന് വിളിച്ചു പറയുന്നത് അല്ലേ? നമ്മൾ തറാവീഹിന് അസ്സലാത്ത് ജാമിഅ, അതുപോലെ പെരുന്നാൾക്കാരന് അസ്സലാത്ത് ജാമിഅ, ഇങ്ങനത്തെ വാചകം. അല്ലാത്ത സാധാരണ ഫർദ് ബാങ്കും ഇഖാമത്തും ഉണ്ട്. എന്നാൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ഫർളായ ഒരു നിസ്കാരമാണ് മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും ഇല്ല. എന്നാ പിന്നെ അസ്സലാത്ത് ജാമിഅന്ന് വിളിച്ചു പറയുന്നത് അതുമില്ല. പിന്നെ എല്ലാം ജമാഅത്തായി നിസ്കരിക്കൽ തന്നെ. അതിന് ഒന്നുമില്ലാതെ ആയിപ്പോയത്. വാസ്തവത്തിൽ പ്രസവിക്കപ്പെട്ട ഉടനെ അതാ ചെറിയ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ട് ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ടുണ്ട്. ഈ പാവപ്പെട്ട എന്റെ ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ മയ്യിത്ത് നിസ്കരിക്കാനുള്ള സമയം മാത്രമേ ബാക്കിയുള്ളൂ. അഥവാ ബാങ്കും ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിലേക്ക് കടക്കലല്ലേ. അതിനാകെ ഒറ്റ ഒരു കാര്യം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇമാമ് തക്ബീർ ചൊല്ലുക എന്ന് പറയുന്നത് പോലെ മനുഷ്യനൊന്ന് മരിച്ചു കിട്ടലേ ബാക്കിയുള്ളൂ. മനുഷ്യൻ മരിക്കുന്നതോടുകൂടി കഴിയുന്നതും വളരെ പെട്ടെന്ന് കുളിപ്പിച്ച് കഫനിൽ നിസ്കരിക്കണമെന്നല്ലേ നിയമം. അപ്പൊ ബാങ്കും ഇഖാമത്തും എന്റെയും നിങ്ങളുടെയും കുട്ടിക്കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു മയ്യിത്ത് നിസ്കാരത്തിന്റെ സമയം മാത്രമേ യാത്രക്ക് വേണ്ടി ഒരുങ്ങാൻ ബാക്കിയുള്ളൂ. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഈ വിളി കേൾക്കുന്നവരാണല്ലോ നാം. ആ അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാവുകയും അതിനുശേഷം പറഞ്ഞല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാനിതാ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ വലിയവനായ ആരാധനക്ക് അർഹനായ അല്ലാഹു പറഞ്ഞേച്ച ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയവും ഞാനിതാ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനം നടത്തിയ മനുഷ്യൻ അവന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിഞ്ഞവനാണ്. ഇത് അംഗീകരിക്കുന്നവൻ അവന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചവനാണ്. ആ അല്ലാഹു എന്തിനും അധികാരമുള്ളവനും കഴിവുള്ളവനുമാണെന്ന് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിക്കുകയും ആ റബ്ബിനെ ഖൽബിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുകയും ആ റബ്ബ് പറഞ്ഞ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്തതെല്ലാം ലഭിക്കാനുള്ളതാണെന്നും അവിടുന്ന് താക്കീത് ചെയ്തതൊക്കെ
താക്കീതിനെ ലംഘിക്കുന്നവൻ അനുഭവിക്കാനുള്ളതാണെന്നും മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉറപ്പിച്ച മനുഷ്യൻ രാവിലെ സുബഹിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ അവന് പ്രയാസം തോന്നുന്നില്ല. കാരണം ഞാൻ ഈ നടക്കുന്ന ഓരോ ചവിട്ടടിക്കും എനിക്ക് ഫലം ലഭിക്കും. ഞാൻ ഈ ഉറക്കമൊഴിക്കുന്നതിന് എനിക്ക് ഫലം കിട്ടും. ഞാൻ എഴുന്നേറ്റ് അതാവിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് എനിക്ക് ഫലം കിട്ടും. ആ വീട്ടിലേക്ക് പോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ തൃപ്തിപ്പെടും. ഏറ്റവും വലിയ ഫലം അല്ലാഹുവിന്റെ തൃപ്തിയാണ്. വരുവാനും അല്ലാഹു അക്ബർ. ഏറ്റവും വലിയ ഫലം അല്ലാഹുവിന്റെ തൃപ്തിയാണ്. ആ അല്ലാഹുവിന്റെ തൃപ്തി എനിക്ക് ലഭിക്കും. അല്ലാഹുവിന്റെ സ്നേഹം എനിക്ക് ലഭിക്കും. അത് കിട്ടിയാൽ പിന്നെ ഒന്നും പ്രശ്നമല്ല. എനിക്ക് പിന്നെ ആവശ്യമുള്ളതൊക്കെയും കിട്ടും. ഈ റബ്ബിന്റെ തൃപ്തി മനസ്സിന്റെ ഉള്ളിലാഗ്രഹിച്ച് അത് ആശിച്ച് പുറപ്പെടുന്ന മനുഷ്യന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങൽ ഒരു പ്രശ്നമല്ല, ജമാഅത്തിന് വരലൊരു പ്രശ്നമല്ല. ദീന് എളുപ്പം തന്നെയാണ്. അവന് ഒരു പ്രയാസവും ആ വിഷയത്തിൽ തോന്നുന്നില്ല. ഉറക്കമൊഴിക്കുന്ന ധാരാളം മഹാന്മാരുണ്ട്. അവർക്കതിനൊരു പ്രയാസവും തോന്നുന്നില്ല. മറിച്ച് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നതും അവർക്ക് ഓർമ്മിക്കാനേ സാധിക്കുന്നില്ല. ഉറങ്ങുന്നതിലേ അവർക്ക് അത്ഭുതമുള്ളൂ, ഉണരുന്നതിൽ അത്ഭുതമില്ല. ഉറക്കം ഇങ്ങനെ വരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അവർ അല്ലാഹുവിൽ ലയിച്ചിരിക്കുന്നു. അല്ലാഹുവിനെ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ തൃപ്തി വേണമെന്ന് ചിന്തിച്ചിരിക്കുന്നു. അവർക്ക് ഒരു വിഷയത്തിലും പ്രയാസം തോന്നുന്നില്ല. മുഴുവനും എളുപ്പം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ചെന്നു കയറുന്ന തൊഴിലാളിക്ക് ഈ കയറുന്നത് കൊണ്ട് ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കയറുന്നത് പ്രയാസമായി തോന്നിയില്ല. നേരെ മറിച്ച് കയറിയാലൊന്നും കിട്ടൂല എന്ന് തോന്നിയാൽ വേറെ ഭയങ്കര പ്രയാസം തന്നെ. കിട്ടുമെന്ന് തോന്നിയാലോ പ്രയാസം ഇല്ല. എനിക്ക് ജോലി കിട്ടണം, എനിക്ക് ജോലി കിട്ടണം എന്നാ ചിന്തിക്കുന്നത്. ജോലി വേണ്ടാതല്ല, ജോലി കിട്ടണം. ജോലി കിട്ടാൻ വേണ്ടി വേറെ കൊണ്ടാണ്. ജോലി കിട്ടാനല്ല വാസ്തവത്തിൽ, പണം കിട്ടാനാണ്. ജോലി കിട്ടണമെന്ന് ആർക്കും ആഗ്രഹമില്ല, പണം കിട്ടണമെന്നേ ഉള്ളൂ. ആരെങ്കിലും ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ. ആഗ്രഹം എന്താണ് പറയുന്നത്? ജോലി കിട്ടണമെന്നാണ് ആഗ്രഹം. എന്താണ് ആഗ്രഹം? പണം കിട്ടണമെന്നാണ്. അതിന് പണം കിട്ടാനുള്ള മാർഗമാണ് ജോലി. ഒരുപാട് ജോലി കിട്ടുന്ന മാർഗം ഇതിലേക്ക് ചോദിക്കുകയാണ്. മാർഗം വേണം ചോദിക്കുകയാണ്. ജോലി കിട്ടണം എന്നാ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടണം എന്ന ചിന്ത നമുക്കില്ലേ? അല്ലാഹുവിനെ കാണണം എന്ന ചിന്തയില്ലേ? അല്ലാഹുവിന്റെ പ്രതിഫലം വേണമെന്ന ചിന്തയില്ലേ? അല്ലാഹുവിന്റെ പ്രതിഫലം ഏറ്റവും വലിയ പ്രതിഫലം, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ചിന്തിക്കുന്ന ഏറ്റവും മഹത്തായ പ്രതിഫലം അല്ലാഹുവിനെ കാണലും അവന്റെ തൃപ്തിയും തന്നെ. അതാണ് ഏറ്റവും വലിയ സമ്മാനം. അത് കിട്ടുന്നവന് മറ്റുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ആ പ്രതിഫലം ആഗ്രഹിക്കുന്നവന്, അതുപോലെ അല്ലാഹുവിന്റെ സമ്മാനം ആഗ്രഹിക്കുന്നവന്, അത് മനസ്സിന്റെ അടിത്തട്ടിലും ഹൃദയത്തിന്റെ അടിത്തട്ടിലൂടെ മൂലമായി കഴിഞ്ഞാൽ അവനെപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന വിഷയം പണം കിട്ടണമെന്ന് മനസ്സിലാക്കി ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നും, വിസ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നും, ടിക്കറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നും, ജോലി ശരിയാകാൻ പ്രാർത്ഥിക്കണമെന്നും, ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറയുന്നവൻ വാസ്തവത്തിൽ
അവർ ഉദ്ദേശിക്കുന്നത് ജോലിയല്ല, അവർ ഉദ്ദേശിക്കുന്നത് പണം. വാസ്തവത്തിൽ പണവും അല്ല അവൻ ഉദ്ദേശിക്കുന്നത്, അവന് സുഖകരമായ ജീവിതം ആണ്. അവന് വാസ്തവത്തിൽ പണമല്ല വേണ്ടത്, സുഖകരമായ ജീവിതമാണ് വേണ്ടത്. സുഖകരമായ ജീവിതം ഭൂമിയിൽ വേണമെന്ന് മനസ്സിലാക്കാൻ, ആ ജീവിതത്തിന് പണം വേണമെന്ന് മനസ്സിലാക്കാൻ, പണം കിട്ടണമെങ്കിൽ ജോലി വേണമെന്ന് മനസ്സിലാക്കാൻ, ജോലി കിട്ടണമെങ്കിൽ വിസ കിട്ടണമെന്ന് മനസ്സിലാക്കാൻ, വിസ കിട്ടണമെങ്കിൽ അതിന് എന്ത് കിട്ടണമെന്ന് ചിന്തിച്ച് എന്നിട്ട് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നവരില്ലേ, അവർ വാസ്തവത്തിൽ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ എത്രയോ ഇപ്പുറത്തുള്ളതിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശ ലക്ഷ്യം സുഖകരമായി ജീവിക്കലാണ്. എന്നാൽ ഈ ഭൂമിയിൽ സുഖകരമായ ജീവിതം ഇല്ലേ ഇല്ല. ഉണ്ടോ? ഏതെങ്കിലും പണക്കാർക്കുണ്ടോ ഇവിടെ സുഖകരമായ ജീവിതം? കാരണം പണക്കാരെന്ന് എപ്പോഴും പിന്നെയും പറയുന്നു, ഉസ്താദേ ഭയങ്കര പ്രയാസത്തിന് അത് വരക്കണം, പണം കിട്ടിയിട്ടുമായില്ല, പിന്നെ പണം പോയി പോകുന്ന പേടിയാ, പിന്നെ കള്ളം കാട്ടോന്ന് പേടിയാ, പിന്നെ തീ പിടിക്കുന്ന പേടിയാ, പിന്നെ തൊഴിലാളി സമരം ചെയ്യുന്ന പേടിയാ, പിന്നെ മുതലാളിക്ക് ഇത് അത് ആദായത്തിൽ കിട്ടൂലേന്നുള്ള പേടിയാ, പിന്നെ മുതലാളിക്ക് പിന്നെ ഓരോന്നും പേടി. ഇതെല്ലാം കൂടി കഴിഞ്ഞ് എല്ലാം ശരിയായാലും പറഞ്ഞവരെ ഭക്ഷണം കഴിക്കാൻ കൊളസ്ട്രോളിന്റെ രോഗം വരുന്ന പേടിയാ, പിന്നെ ഷുഗർ വരുന്ന പേടിയാണ്, പിന്നെ പ്രഷർ വരുന്ന പേടിയാ, ഉപ്പ് മുതൽക്ക് മുളക് മുതൽക്ക് പഞ്ചസാര മുതൽക്ക് എല്ലാം മമ്നുവായി പോകുന്ന പേടിയാ. കാരണം എന്താണ്? ദുനിയാവ് എപ്പോ നോക്കിയാലും പേടിയാ. പേടിയില്ലാത്തൊരു സമയമുണ്ടോ? അത് പേടിച്ച് ഇത് പേടിച്ച് ഇത് പേടിച്ച് അത് പേടിച്ച് എങ്ങനെ പേടിച്ച് ഒന്നുമില്ലെങ്കിൽ പിന്നെ ഭൂകമ്പം വരുന്ന പേടിയാണ്, പിന്നെ സുനാമി വരുന്ന പേടിയാണ്, പിന്നെ ഇടിവെട്ടുമ്പോൾ ഇടിവെട്ടുന്ന പേടിയാണ്, കാറ്റടിക്കുമ്പോ കാറ്റടിക്കുമെന്ന പേടിയാണ്, പിന്നെ വാറ്റിന് കഴിക്കുമ്പോൾ പിന്നെ വാറ്റിന് പോകുന്ന പേടിയാണ്, പോയതെന്ന് വെച്ചാൽ പിന്നെ ദഹിക്കാത്ത പേടിയാണ്, മൂത്രവെച്ചാൽ അത് ഒഴിഞ്ഞുള്ള പേടിയാണ്. സുബ്ഹാനല്ലാഹ്, പേടിയല്ലേ മനുഷ്യരെപ്പോ ഒരു സമാധാനം. മകളെ കല്യാണം ചെയ്യാൻ വേണ്ടി ആദ്യം വരക്കാൻ പറഞ്ഞു, പുതിയാപ്പിള്ള കിട്ടിയ പിന്നെ പുതിയാപ്പിള്ള കടിയിൽ നിൽക്കാൻ വേണ്ടി പിന്നെ വരക്കാൻ പറഞ്ഞു, പിന്നെ അതും പോയി കഴിയുമ്പോ പിന്നെ ആ പുതിയാപ്പിള്ള ഉണ്മയും ബാത്തുക നല്ല സ്വഭാവമാകാൻ വേണ്ടി വരക്കാൻ പറഞ്ഞു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുതിയാപ്പിള അന്നോ നിൽക്കാൻ വേണ്ടി വരക്കാൻ പറഞ്ഞു. വരക്കാൻ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു, പ്രശ്നം തീർന്നില്ലല്ലോ, പ്രശ്നം തന്നെ പ്രശ്നം. പിന്നെ ഗർഭാൻ വേണ്ടി വരക്കാൻ പറഞ്ഞു, ഗർഭായപ്പോ പിന്നെ സുഖപ്രസവത്തിന് വേണ്ടി വരക്കാൻ പറഞ്ഞു, കഴിഞ്ഞപ്പോ പിന്നെ കുട്ടിന്റെ ആരോഗ്യത്തിന് വേണ്ടി വരക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഇതൊക്കെ തീരുന്ന പ്രശ്നം തന്നെ. പിന്നെ അവർ പ്രശ്നമില്ലാത്ത സമയപ്പോഴാ എപ്പോഴും സുഖം. അങ്ങനെ ഒരു സുഖം ആർക്കാം? ഒരു പണക്കാരനുമില്ല, ഒരു മനുഷ്യനില്ല സുഖം. എന്നും പറയാം. ഇതെല്ലാം കൂടി കഴിഞ്ഞാലോ, നേരത്തെ ഇവിടെ സമയത്ത് പറഞ്ഞു മോഹൻലോകന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിംമാരെ ദർസ് നടത്തുന്നതിനിടയിൽ വഫാത്തായി പോകുന്നു. ഞാൻ ഓർക്കുന്നു, എന്റെ പള്ളികാല ഉസ്താദ് പുല്ലുക്കൽ ഉസ്താദ് മോഹന്റെ ദർജന വർദ്ധിപ്പിക്കട്ടെ. ദർസ് നടത്തുന്ന പള്ളിയിൽ ദർസ് നടത്താൻ വേണ്ടി തന്നെ താമസിച്ച് രാത്രിയിലും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒന്നുകൊടുക്കാൻ ഇറങ്ങി വന്നു. ഒന്നുകൊടുത്ത് കയറി പോകുമ്പോൾ അവിടെ വഫാത്തായി പോയി. തലശ്ശേരിയിൽ അബ്ദുൽ ഹഖീം ഇബ്രാഹിം മുസ്ലിയാരെ അബ്ദുസ്കരിക്കാൻ വേണ്ടി ഒടുമ്പെടുത്ത് പോകുന്നവരുടെ അവിടെ വെച്ചുപോയി. ആരെങ്കിലും പെട്ടെന്ന് മരണപ്പെടുന്നു, സാധാരണക്കാരും പെട്ടെന്ന് മരണപ്പെടുന്നു. വലിയ പണക്കാരൻ കാറുകൊണ്ട് ഇങ്ങനെ ദുബായിലൂടെ പോകുന്നു. ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാലത്തിന്റെ മേലിൽ നിന്ന് തന്നെ കാറ് മുറിഞ്ഞ് താഴെ വീഴുന്നു. അപ്പം തന്നെ മരണപ്പെട്ടു പോകുന്നു. വലിയ സ്വാധീനമുള്ളവൻ അതാ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വന്തം തന്നെ വെടിവെച്ച് മരിക്കണമെന്ന് തോന്നുന്നു. സ്വന്തം തന്നെ എടുത്ത് നെറ്റിയിലേക്ക് വെക്കുന്നു, മരിച്ചങ്ങ് വീഴുന്നു. ചില ആളുകൾ താനേ മരിക്കുന്നു, ചിലർ സ്വന്തം കൊല്ലുന്നു. ചില ആളുകൾ ആ രോഗം കൊണ്ട് മരിക്കുന്നു, മറ്റൊരു രോഗമില്ലാതെ പെട്ടെന്ന് മരണപ്പെടുന്നു. ഈ പ്രസംഗിക്കുന്ന എനിക്ക് സന്തോഷിക്കാനും സുഖിക്കാനും വകുപ്പുണ്ടോ? എന്റെ പ്രസംഗം തീരുന്നതുവരെ ഞാൻ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയുണ്ടോ? നിങ്ങൾ ഈ പ്രസംഗം തീരുന്നവരെ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയുണ്ടോ? കടവത്തുകളിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നത് മരിക്കണടാ. തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് മരിച്ചു പോകുന്നു. ഞാൻ പ്രസംഗം നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് കാണാൻ പോകുന്നു. ഈ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. കൊണ്ടോട്ടിക്കടുത്ത് മറ്റൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുന്നു. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ചെറുപ്പക്കാരൻ അപകടത്തിൽ മരിച്ച റിപ്പോർട്ടേക്ക് വീട്ടിൽ വിളിച്ചു പറയുന്നു, ഞാൻ രണ്ടാമത് ആ മയ്യത്ത് കാണാൻ വേണ്ടി പോകുന്നു.
ഓ സഹോദരന്മാരെ, സമ്മേളനത്തിൽ വേണ്ടി ഇബ്രാഹിം സഖാഫി അങ്ങകലെ നിന്നിരുന്നു. കാസർഗോഡിന്റെ അന്നമകളിൽ നിന്ന് മർക്കത്തിന്റെ സമ്മേളനത്തിൽ വേണ്ടി വരുന്നു. രാജ്യത്തെ സന്ദർശിക്കുന്നു, മർക്കത്തിലേക്ക് വരുന്നു, സമ്മേളനങ്ങളിൽ തിരിച്ചു വരുന്നു. എനിക്ക് വേണ്ടി സഖാഫി മരണപ്പെട്ടു വരുന്നു. എല്ലാവരുടെയും കബറിന്റെ സന്തോഷത്തിലാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരു മനുഷ്യനും തന്നെ എന്റെ മരണം എപ്പോഴാണെന്നറിയാത്തതുകൊണ്ട് തന്നെ എത്ര വലിയ പണക്കാരനാണെങ്കിലും, എത്ര വലിയ റീസനുള്ളവനാണെങ്കിലും, എത്ര തന്നെ വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും, എത്ര പാണ്ഡിത്യമുള്ളവനാണെങ്കിലും, അധികാരമുള്ളവനാണെങ്കിലും, എന്ത് അനുഗ്രഹങ്ങളുണ്ടെങ്കിലും എന്റെ യാത്ര എപ്പോഴാണെന്ന് മുൻകൂട്ടി അറിയാത്തതുകൊണ്ട് തന്നെ സമാധാനത്തിന് അവകാശമില്ല. ബഹുമാനപ്പെട്ട മാലിക് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവാണ്. ഒന്നിൽ നിന്നിട്ട് 3 സ്ഥലത്ത് ചെല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. നല്ല സുന്ദരമായ ഒരു വീടിന്റെ പണി നടക്കുന്നു. വീട്ടിന്റെ നിർമ്മാണം നടത്തുന്ന മുതലാളിയെ പോയി മെല്ലെ പോയി കണ്ടു. സലാം പറഞ്ഞു. മാലിക് ചോദിച്ചു, ഈ വീട്ടിൽ എത്രയാണ് ചെലവഴിക്കാൻ തീരുമാനിച്ചത്? 1,00,000 ദീനാർ, 1,00,000 സ്വർണ്ണനാണയം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ, ഈ വീട്ടിൽ നിനക്ക് എല്ലാ കാലവും താമസിക്കാൻ കഴിയുമോ? ഇല്ല, ഒരു ദിവസം ഈ വീട് നിർമ്മിച്ചു കഴിയുന്നത് വരെ ഞാൻ ജീവിച്ചാൽ തന്നെ ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ നിർവാഹമില്ല. ഈ വീട് കാലകാലം സൗന്ദര്യത്തോടെ നിലനിൽക്കുമോ? ഒരു ദിവസം ഈ വീട് തന്നെയും ഖറാബാകാതെ നിർവാഹമില്ല. മോനെ, നിനക്ക് ഒരിക്കലും കേടുവരാത്ത ഒരു വീട്, ഒരിക്കലും കേടുവരാത്ത ഒരു ലോകം, ഒരിക്കലും മുതലാളി ഇറങ്ങിപ്പോകാതെ, ഉടമസ്ഥൻ ഇറങ്ങിപ്പോകാതെ എന്നെന്നും താമസിക്കാനുള്ള ഒരു വീട് ഞാൻ നിനക്ക് വാങ്ങിത്തരട്ടെ. 1,00,000 ദീനാർ എന്റെ കയ്യിൽ നീ ഏൽപ്പിക്കുമോ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ നിന്ന് പകച്ചു നിന്നുപോയി. വല്ലാത്ത ധൈര്യത്തിലുള്ള ചോദ്യമാണല്ലോ. ഈ ചോദ്യത്തിന് മുമ്പിൽ പകറ്റുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ, ഞാൻ നിങ്ങളെ മടക്കുന്നില്ല, ഇപ്പോൾ സ്വീകരിക്കുന്നില്ല, നിങ്ങൾ നാളെ വരൂ, ഞാനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മടങ്ങി അങ്ങ് പോയി ഇബാദത്ത് ചെയ്യുന്ന തന്റെ വസതിയിലല്ലെങ്കിൽ പള്ളിയിലെത്തിയപ്പോ നീണ്ട സമയം രാത്രിയിൽ തഹജ്ജുദും നിസ്കരിച്ച് ഉഖ്റവിയ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത, നിലനിൽക്കുന്ന ലോകത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും വീട്ടിനെ കുറിച്ചുമുള്ള ചിന്ത ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ കൊടുത്തുകൊണ്ട് സൽക്കർമ്മത്തിന് തൗഫീഖ് കൊടുക്കാൻ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു കുറെ പ്രാർത്ഥന നടത്തി. രാവിലെ ജാഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല തങ്ങളിൽ ചെറുപ്പക്കാരനെ സമീപിച്ചു. ആദരവോടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഓ മാലിക് ബിൻ ദീനാർ തങ്ങളെ, നിങ്ങൾ എന്നോട് പറഞ്ഞ വീട് സ്വർഗത്തിലല്ലേ, നിലനിൽക്കുന്ന വീടല്ലേ, ആ വീട് ഒരിക്കലും ഖറാബാകാത്ത, കേടുവരാത്ത വീടല്ലേ, അവിടെ വെച്ച് ഞാൻ ഒരിക്കലും ഇറങ്ങിപ്പോകേണ്ടതില്ലല്ലോ. അത്തരം ഒരു വീട് നിങ്ങളോട് ഞാനിതാ 1,00,000 ദീനാറിന് വിലക്ക് വാങ്ങുന്നു, നിങ്ങൾ ഗ്യാരണ്ടി എഴുതി തരണം. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കടലാസ് കൊണ്ടുവരാൻ പറഞ്ഞു.
അതേ അഡ്രസ്സും എഴുതിയിട്ട് എന്റെ ജാമ്യമാണിത്, എന്റെ ജാമ്യമാണിത് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു, ഗ്യാരണ്ടി എഴുതി കൊടുത്തു. സ്വർഗത്തിൽ ഒരു വീട് നൽകാമെന്ന് ഗ്യാരണ്ടി എഴുതി കൊടുത്തു. ഇത് പറയുമ്പോ ഇപ്പൊ ഞാൻ സുന്നികളോട് വേദ പറയാണ്. ഇപ്പോൾ മറ്റാരെയും ഒന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ നന്നായത് കൊണ്ടല്ല, അവർ നന്നാകാൻ വേണ്ടിയാണ് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ചിലർക്ക് സംശയമുള്ളവരുണ്ടാവും. നമ്മുടെ സദസ്സിലെങ്കിലും പുറത്തുണ്ടാവും. പൂനൂരിൽ വേറെ കേൾക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ സ്വർഗത്തിൽ ഇങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഞാൻ അവരോട് പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ തൽക്കാലം അതിൽ കടക്കണ്ട. ഞാനും ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അതിനപ്പുറം ചെയ്യാൻ സാധിക്കുമെന്നതിൽ സംശയത്തിൽ അവകാശമില്ല. ഖുർആനിൽ അടിക്കടിയ കാര്യങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തുമല്ല. പക്ഷേ ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിക്കണം. ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ഒറ്റ വാക്കിൽ പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു തആല ഈമാനും തഖ്വയും ഉള്ള അങ്ങേയറ്റ ആത്മാർത്ഥതയുള്ള മഹാന്മാരുടെ കൂടെയാണ് അല്ലാഹു തആല. അല്ലാഹു ഒരാളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അയാളുടെ കൂടെ കിടന്നുറങ്ങുമെന്നല്ല, അല്ലാഹു അയാളുടെ കൂടെ ഭക്ഷണം കഴിക്കുമെന്നല്ല. അല്ലാഹു ഒരാളെ കൂടെയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അയാളുടെ കൂടെയാണ്, പ്രധാനമന്ത്രി അയാളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ സഹായം ഉണ്ടെന്നല്ലേ. ഇതുപോലെ അല്ലാഹു ഒരാളെ കൂടെയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹുവിന്റെ സഹായം ഉണ്ടെന്നാണ്. വൽകാഫിറൂന ലഹും അദാബുൻ ശദീദ്. ഈ ആയത്തുകളിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് മൂന്ന് കക്ഷികൾ. ഒന്ന്, തെറ്റ് ചെയ്തു പോയ പാപികൾ. ഈമാനുണ്ട്, പക്ഷെ തെറ്റ് ചെയ്തു പോയ പാപികളാണ്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ പുറത്തു വരണം. അത്തരം പാപികളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയാൽ അല്ലാഹു തആല അവരെ ആട്ടി ഓടിക്കുന്ന രാജാവല്ല. അല്ലാഹു തആല കാരുണ്യം ചെയ്യുന്ന രാജാവാ. എന്റെ ചെറുപ്പക്കാരെ, ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. വേദനയോടെ ഞാൻ പറയട്ടെ, എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ് കള്ളുകൂടിയന്മാർ, എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ് പൂവാലന്മാർ, എത്ര മുസ്ലിം സ്ത്രീകളാണ് സന്താനങ്ങളും 2, 3, 4 മക്കളുണ്ടായിട്ട് പോലും ഭർത്താവിനെയും വിട്ട് കാണുന്ന പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്ര മുസ്ലിം സ്ത്രീകളാണ്. സുബ്ഹാനല്ലാഹ്, തെറ്റിന് ഒരു വിലയും കൽപ്പിക്കാത്തൊരു ലോകമായി പോയി. ഇന്നത് ചെയ്യാമെന്നില്ല, ഇന്നത് പറയാമെന്നില്ല, ഇന്നത് പ്രവർത്തിക്കാമെന്നില്ല. മുസ്ലിം വീടുകളിൽ കല്യാണത്തിന്റെ തലേ ദിവസം കള്ളു വിളമ്പുന്ന വീടുകളുണ്ട്. മുസ്ലിം ചെറുപ്പക്കാർ നാട്ടിലെ മഹല്ലത്തുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന കാരണവന്മാർ, ആ കാരണവന്മാരുടെ മക്കൾ കള്ളുകുടിയന്മാരാകുന്നു. നാട്ടിലെ നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരുടെ മക്കൾ വ്യഭിചാരികളാകുന്നു. അത്തരം ചെറുപ്പക്കാർ ചമ്മാടികളാകുന്നു. സുബ്ഹാനല്ലാഹ്, കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയിരുന്നവരുടെ മക്കൾ അവർ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച് ഉയർന്നു വന്നപ്പോ പിന്നെ നോക്കുമ്പോ മകൻ കള്ളുകുടിയനാണ്. ബാപ്പന്റെ കബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയുന്നില്ല, ബാപ്പന്റെ കബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയുന്നില്ല, ഉമ്മന്റെ കബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയുന്നില്ല. അതെ, നിങ്ങൾക്കറിയില്ലേ, ഏത് മനുഷ്യനും അവന്റെ കുടുംബത്തിലുള്ള ജനങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ കബറിൽ വെളിവാക്കുകയാണെന്നല്ലേ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കബറിൽ നിന്ന് കുടുംബക്കാർ ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ കണ്ട് അതാ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു ബാപ്പമാർ, ഉമ്മമാര് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു ഉമ്മമാർ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്. ഇപ്പോൾ അതിലേക്കൊന്നും വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, എത്ര ചെറുപ്പക്കാരാണ് ക്യാൻസർ രോഗത്തിന്റെ അടിമകൾ, എത്ര ചെറുപ്പക്കാരാണ് കിഡ്നി രോഗത്തിന്റെ അടിമകൾ, എത്ര ചെറുപ്പക്കാരാണ് ഹാർട്ട് രോഗത്തിന്റെ അടിമകൾ. ഇന്നും ഞാൻ ഓർക്കുന്നു എത്ര ആളുകൾ ചെറുപ്പക്കാര് എത്ര പ്രയാസങ്ങളാണ്. പ്രയാസങ്ങൾ പറയുന്നു, ചെറിയ കുട്ടികൾ ക്യാൻസർ രോഗമുള്ളവർ, ചെറുപ്പക്കാര് ക്യാൻസർ രോഗമുള്ളവർ. ഓ ചെറുപ്പക്കാരെ,
കള്ളിന്റെ കുപ്പി വെച്ച് നീ നിന്റെ തൊള്ളയിൽ വെച്ച് ഇങ്ങനെ മോണ്ടുമ്പോ ആ കള്ള് കുടിക്കുന്ന സമയത്ത് നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ, എന്നെ സൃഷ്ടിച്ച രാജാവായ റബ്ബ് എനിക്ക് ഇളനീര് തന്നില്ലേ, എനിക്ക് ചായ തന്നില്ലേ, കാപ്പി തന്നില്ലേ, ജ്യൂസുകൾ തന്നില്ലേ, ഒരുപാട് പാനീയങ്ങൾ തന്നില്ലേ, നല്ല പാല് തന്നില്ലേ, മോര് തന്നില്ലേ, തൈര് തന്നില്ലേ. അല്ലാഹു എനിക്ക് അനുവദിച്ച പാനീയങ്ങൾ എത്രയാണ്. ആ റബ്ബ് എനിക്ക് കണ്ണ് തന്നില്ലേ, ആ റബ്ബ് എനിക്ക് കാത് തന്നില്ലേ, ആ റബ്ബ് എനിക്ക് നാവ് തന്നില്ലേ. ഇവിടെ സംസാരിക്കാൻ കഴിയാത്തവരെത്ര, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരം നിന്നുപോയവരെത്ര, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ച നിന്നുപോയവരെത്ര, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാതിന്റെ കേൾവി പോയവരെത്ര, നടന്നുകൊണ്ടിരിക്കുമ്പോ കുഴഞ്ഞു വീണവരെത്ര. ഓ മനുഷ്യ, കോടീശ്വരനായിട്ട് മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കിക്കിടക്കുന്നു, അല്ലെങ്കിൽ ക്യാൻസർ ആശുപത്രിയിൽ കിടക്കുന്നു. പോയി വെള്ളം കുടിക്കണ്ടെന്ന് അള്ള തീരുമാനിച്ചപ്പോ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ പവർ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമോ? നിന്റെ പണത്തിന്റെ പവർ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമോ? അധികാരത്തിന്റെ പവർ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമോ? നല്ല മക്കളിങ്ങനെ നോക്കിയിട്ട് ബാപ്പക്കൊന്നും കുടിച്ചുകൂടാനിട്ട് ബാപ്പ കരയുന്നു, സാറേ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. അന്നനാളത്തിന് ക്യാൻസറായി പോയി, ആമാശയത്തിന് ക്യാൻസറായി പോയി, വെള്ളം കുടിക്കാൻ കഴിയാത്തവരെത്ര. ഓ മനുഷ്യ, ആരോഗ്യം വന്നപ്പോ നീ റബ്ബിനെ മറന്നുപോയി, നീ നജസ് കുടിയനായി പോയി. മൂത്രം നജസല്ലയോ, കാഷ്ടം നജസല്ലയോ? നിന്നോട് ചോദിക്കട്ടെ, ഛർദ്ദിച്ചത് നജസല്ലയോ? അതുപോലെ ഗൗരവമുള്ളൊരു നജസല്ലേ കള്ള്. എങ്ങനെ ബ്രാൻഡിയുടെ കുപ്പി കുടിക്കാൻ കഴിയുന്നത്? എങ്ങനെ വിസ്കി കുടിക്കാൻ കഴിയുന്നത്? എങ്ങനെ മദ്യം മോന്താൻ മനുഷ്യന് സാധിക്കുന്നത്? എല്ലാം തന്ന രാജാവ് ഒരുപാട് വെള്ളങ്ങളും അനുഗ്രഹങ്ങളും തന്ന് ആരോഗ്യവും തന്ന് അവന്റെ ഭൂമിയിൽ ഇങ്ങനെ താമസിക്കാൻ സൗകര്യം ചെയ്തു തന്നപ്പോ മനുഷ്യ, നിന്റെ ശരീരത്തെ കുറിച്ച് ഓർമ്മിച്ചോ? ഉറക്കം അള്ള തരുന്നതല്ലേ, ഉണർവ് അള്ള തരുന്നതല്ലേ, ചിരിക്കുന്നത് അള്ള ചിരിപ്പിക്കുന്നതല്ലേ, കരയിപ്പിക്കുന്നവരും അള്ള തന്നെയല്ലേ, അധികാരം മുഴുവനും അല്ലാഹുവിനല്ലേ. ഒരു സെക്കൻഡ്, അടുത്ത സെക്കൻഡിൽ നിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? അടുത്ത നാളത്തെ ദിവസം നീ കിടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നാളെ നീ കുടിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നാളെ നിന്റെ തൊള്ളയുടെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? മനുഷ്യ, രാവിലെ വീട്ടിൽ സന്തോഷത്തോടെ ജീപ്പിൽ കയറി യാത്ര ചെയ്തു, വഴിക്ക് വെച്ച് ആക്സിഡന്റായി മരിച്ചുപോയി. ചെന്ന് നോക്കുമ്പോൾ മുഖം തീരെ നോക്കാൻ കഴിയുന്നില്ല, തല തീരെ നോക്കാൻ കഴിയുന്നില്ല. അനുഭവത്തിൽ എത്ര കണ്ട് മനുഷ്യ, ആക്സിഡന്റിൽ മരിച്ചുപോയവരെത്ര, അപകടം പറ്റിയിട്ട് കിടന്ന സ്ഥലത്തിൽ എഴുന്നേൽക്കാൻ കഴിയാത്തവരെത്ര. ഓരോ സെക്കൻഡിലും 10,000-കണക്കിന് അനുഗ്രഹങ്ങൾ തന്ന രാജാവ് നീന്റെ ഹരി മാത്രം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കുടിക്കാനും തിന്നാനും തന്ന റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് യാതൊരു മടിയും കൂടാതെ മരിച്ചുപോയ ബാപ്പന്റെ ഖബറിൽ വിശ്രമിക്കുന്ന വിധം, മരിച്ചുപോയ ഉമ്മന്റെ ഖബറിൽ വിശ്രമിക്കുന്ന വിധം കള്ളിന്റെ കുപ്പിയെടുത്തൊരൽപ്പവും പഠിക്കാതെ മോദി കുടിക്കുന്ന ചെറുപ്പക്കാരില്ലേ, ഹറാമും ഹലാലുമില്ലാതെ ചിന്തിക്കുന്നവരില്ലേ, ഏത് തെറ്റ് ചെയ്തു പോയവനോടും രാജാവിന്റെ കാരുണ്യം എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ പ്രിയം വെക്കാതിരിക്കുന്നത്? എങ്ങനെയാണ് അല്ലാഹുവിനെ സ്നേഹിക്കാതിരിക്കുന്നത്? വലിയവനായ റബ്ബ് അവന്റെ കാരുണ്യം നോക്കി നിങ്ങൾ ഏത് തെറ്റ് ചെയ്തവനെയും വിളിക്കുന്നു, നീയൊന്ന് തൗബ ചെയ്യൂ മനുഷ്യ, നീയൊന്ന് ഖേദിച്ച് മടങ്ങൂ മനുഷ്യ. നീ ഖേദിച്ചുകൊണ്ടെന്നെ സമീപിച്ചാൽ ഞാൻ നിന്നെ നിരാശനാക്കി വിടുകയില്ല, ഞാൻ സ്വീകരിക്കുന്നവരാണ്. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. എന്തൊരു കാരുണ്യമുള്ള രാജാവ്! എന്റെ മകൻ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്താൽ ഞാൻ എന്റെ ഭാര്യയോട് പറയുന്ന ഭാഷ, നിന്റെ മകൻ ചെയ്ത പണിയറിയോ നീ? എന്റെ മകനാണെന്ന് എനിക്ക് ഉറപ്പാണ്. പറയുമ്പോ നിന്റെ മകൻ ആ ഭാര്യയോട് പറയും. കാരണം
എന്റെ കടുത്ത വെറുപ്പ് ആ തെറ്റിയുടെ വകയിലുള്ള വെറുപ്പ്. അതുകൊണ്ട് എന്റെ മകൻ എന്ന് പറയാൻ എനിക്ക് സന്തോഷമില്ല. നിന്റെ മകന്റെ ഭാര്യയോട് പറയുന്നു. സാധാരണ ഏതൊരാളുടെയും അവസ്ഥയാണ്. നേരെ മറിച്ച് നല്ല കാര്യം ചെയ്താലും എന്റെ മകനെന്ന് പറയാൻ നല്ല സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ നിന്റെ മകന്റെ ഭാര്യയോട് പറയുള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ ഒരു കാരുണ്യം നോക്ക്. നിങ്ങൾ രാജാവായ റബ്ബിന്റെ കാരുണ്യം നോക്ക്. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പറയൂ നബിയേ, യാ ഇബാദി, എന്റെ അടിമകളെ, തെറ്റ് ചെയ്തിട്ടും അല്ലാഹു പുറത്താക്കിയില്ല. എന്തൊരു കാരുണ്യമുള്ള രാജാവ്. തെറ്റ് ചെയ്തു പോയ എന്റെ അടിമകളെ, എന്റെ അടിമകളെ വിളിച്ചു പറയൂ നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ജീവിതത്തിൽ ഉൾപ്പെടെങ്കിലും തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ ഇനി ഞാൻ നന്നാവുകയില്ലെന്ന നിലക്ക് നിങ്ങൾ നിരാശരാകല്ല. നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹ് ഏത് മനുഷ്യനും പാപം പൊറുക്കുന്നവനാണ് കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ജീവിതത്തിൽ നിസ്കാരം തെറ്റിപ്പോയവരുണ്ടോ? നഷ്ടപ്പെട്ടവരുണ്ടോ? കള്ളു കുടിച്ചവരുണ്ടോ? വ്യഭിചരിച്ചവരുണ്ടോ? നിരാശരാകാതെ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ഖേദിച്ച് മടങ്ങണം. അത് മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഖേദമാകണം. ഞാൻ മാലിക് ഇബ്നു ദീനാറിന്റെ ചരിത്രം മറന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാനത് പറയും. അതിനിടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവൻ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അല്ലാഹുവിന്റെ അടിമകൾ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദിച്ച് ഖേദം പ്രകടിപ്പിച്ചാൽ അല്ലാഹ് സ്വീകരിക്കുന്നവനാണ് കേട്ടോ. തെറ്റുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് കൊടുക്കുന്നവനാണ് കേട്ടോ. അപ്പൊ തെറ്റ് ചെയ്തു പോയ ആളുകൾ ഖേദിച്ച് മടങ്ങിയാൽ അല്ലാഹ് മാപ്പ് കൊടുക്കും. അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അത് അല്ലാഹ് അറിയൂലെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഇപ്പൊ ഞാൻ ഖേദിച്ച് മടങ്ങിയിട്ട് നാളെ ഒരു തെറ്റ് ചെയ്യുമ്പോ അത് അല്ലാഹ് അറിയില്ലാതെ മനസ്സിലാക്കണ്ട. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹ് അറിയുന്നവനാണ് കേട്ടോ. നിങ്ങൾ മറന്നാലും അല്ലാഹ് മറന്നു പോകുന്നില്ല. ഇത് ഒരു സെക്ഷനാണ്. തെറ്റ് ചെയ്തു പോയ പാവങ്ങൾ അത് വേറെ സെക്ഷനാണ്. വേറൊരു കക്ഷി അത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, എന്നാ വേറൊരു കൂട്ടരുണ്ട്, അവർ ഈമാനുള്ളവരാണ്, ഉറച്ച ഈമാനുള്ളവരാണ്. അതിന്റെ പുറമേ അവർ ദുഷ്കർമ്മം ചെയ്തവരല്ല, സൽക്കർമ്മം ചെയ്തവരാണ്. അവര് നിസ്കാരം ചെയ്തിട്ടില്ല, കള്ളവര് കുടിച്ചിട്ടില്ല, സിനിമ അവര് കണ്ടിട്ടില്ല, അന്യപെണ്ണിന്റെ മുഖത്തവര് നോക്കിയിട്ടില്ല, താടിയും മീസയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ വികാര സമരത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, അവരാരെയും വഞ്ചിച്ചിട്ടില്ല, അവരാരെയും ചതിച്ചിട്ടില്ല, അവര് പലിശ വാങ്ങിയിട്ടില്ല, പലിശ കൊടുത്തിട്ടില്ല, അവര് ഹറാമുകളിലൊന്നും ചാടി വീണിട്ടില്ല, അവരാരെയും ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, ദൈവത്തും നമീമത്തും ഫിത്നയും ഫസാദും വേദനയും ഭീഷണിയും നടത്തിയിട്ടില്ല, ആരെയും ആക്രമിച്ചിട്ടില്ല, നോമ്പ് കൈയൊഴിച്ചിട്ടില്ല, സദഖ കൈയൊഴിച്ചിട്ടില്ല, കുടുംബബന്ധം മുറിച്ചിട്ടില്ല, അയൽവാസികളുമായി പിണങ്ങിയിട്ടില്ല, അവരെ ജീവിതത്തിൽ സൽക്കർമ്മമേ ചെയ്തിട്ടുള്ളൂ, അവര് ദുഷ്കർമ്മം ചെയ്തിട്ടില്ല, അവര് വല്ലാത്ത വിശ്വാസികളാണ്, അവര് സൽക്കർമ്മം ചെയ്തവരുമാണ്. അങ്ങനെയുള്ള മഹാന്മാരുണ്ടല്ലോ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, യസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാർ, ആ മഹാന്മാര് എന്ത് ചോദിച്ചു അല്ലാഹു ഉത്തരം കൊടുക്കുന്നവനാണ് കേട്ടോ. ചോദിച്ചാൽ അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞു ചമ്മാടികൾക്കല്ല,
ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഉത്തരം തരുമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആർക്കാണ് ഉത്തരം കൊടുക്കുന്നത്? അള്ള പറയുന്നു സൽക്കർമ്മം ചെയ്ത മഹാന്മാർക്കാണ് ദുആഉത്തരം. വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാർക്ക് അള്ള ഉത്തരം ചെയ്യുന്നു കേട്ടോ. വയസീദുഹും മിൻ ഫളിഹി, അവർ ചോദിച്ചത് മാത്രമല്ല അള്ള കൊടുക്കാറുള്ളത്, അവർ ചോദിക്കാതെയും ധാരാളം വർദ്ധനവായി അല്ലാഹു തആല അത്തരം മഹാന്മാർക്ക് കൊടുക്കുന്നു. അതാണ് അല്ലാഹുവിന്റെ ഔലിയ. അവർ ചോദിക്കുന്നത് അല്ലാഹു കൊടുക്കും. അതിന്റെ പുറമെ ചോദിക്കാതെ അല്ലാഹുവിന്റെ വകയിൽ വേറെയും കൊടുക്കും. അതാണ് ഔലിയാക്കൾ. അതാ എന്നോട് ഏകൻ ഉടയവൻ തന്റെകൾ ആകൂത്ത് ഞാൻ ചൊല്ലിൽ ആകും അതെന്നോവർ. എന്താ കാരണം ദിക്റിൽ ചൊല്ലിയിട്ടുണ്ടല്ലോ. ഈ ദിവാത്തി കേട്ടിട്ടില്ലേ നിങ്ങൾ? അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു സൈദി അല്ലാഹു മഈ. അള്ള എനിക്ക് ഹാജറുള്ളവനാണ്, അള്ള എന്നെ വീക്ഷിക്കുന്നവനാണ്, അള്ള എന്നെ നോക്കുന്നവനും സംരക്ഷിക്കുന്നവനുമാണ്. അല്ലാഹു മഈ, അള്ള എന്റെ കൂടെയാണ്. അള്ള ഒരാളെ കൂടെയുണ്ടെങ്കിൽ അയാൾക്ക് നടക്കാത്ത കാര്യമില്ല. അള്ള കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകലാണ്. ഈ സഹായം കിട്ടിയ ആളുകൾക്ക് അവര് ചോദിക്കുന്നത് അള്ള എന്ന് കൊടുക്കും. അതുകൊണ്ട് തന്നെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഈ വീട്ടിന് വേണ്ടി ചെലവഴിക്കുന്ന 1,00,000 ദീനാർ, 1,00,000 സ്വർണ്ണ നാണയം എന്നെ ഏൽപ്പിച്ചാൽ സ്വർഗത്തിനൊരു സുന്ദരമായ മാളിക നിനക്ക് എഗ്രിമെന്റ് എഴുതി തരുമെന്ന് പറയാൻ ഭയപ്പെടേണ്ടതില്ല. കാരണം അല്ലാഹു മഈ, അള്ള എന്റെ കൂടെയുണ്ട്. ഒരു ഞെരിക്കക്കാരനെയല്ല കൂടെ കൂട്ടിയത്, പിന്നെ കഴിയാത്തവനല്ല സഹായത്തിന് കിട്ടിയത്. പിന്നെയോ എന്തിനും കഴിയുന്ന രാജാവിനെയാണ് കിട്ടിയത്. ആ രാജാവ് മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തതനുസരിച്ച്, അറിവ് കൊടുത്തതനുസരിച്ചാണ് സംസാരവും. അതാണ് സഹോദരന്മാരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ സ്വന്തം കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് കടലിൽ കൊണ്ടുപോയി ഒഴുകിയത് ഖുർആനിലില്ലേ? എന്താ കാരണം? അല്ലാഹുവിൽ നിന്നുള്ള അറിവ് ലഭിച്ചു. ആ അറിവ് അത് ലഭിച്ചത് കൊണ്ടാ ചെയ്തത്. ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു അദ്ദേഹത്തിന്റെ ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഏറ്റി കൊടുക്കട്ടെ. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളോട് കശ്ഫാണ് ഇൽഹാമാണെന്ന് പറഞ്ഞിട്ട് കളത്തൊരിക്കുന്ന ആൾക്കാർ ചിലതൊക്കെ പറയൂ. അപ്പൊ നോക്കണം, ഖുർആനും ഹദീസിനും എതിരാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല, സ്വഹാബത്തും മഹാന്മാരും പഠിച്ചതിനെതിരാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല. ഇതിലങ്ങനത്തെ ഒന്നുമില്ല. ഇതിനിപ്പോ എന്താ ഉള്ളത്? 1,00,000 ദീനാർ സദഖ ചെയ്യാൻ വേണ്ടി തീരുവാണ്. അതിൽ ഖുർആനും ഹദീസിനും ഒരു എതിരുമില്ല. പിന്നെ അദ്ദേഹത്തിന് അല്ലാഹു തആല മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നു, സ്വർഗം വരുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വരുമെന്ന് വാഗ്ദത്തം ചെയ്തു. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശം തന്നെയാണ് എത്ര ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല കൊടുത്ത സ്ഥാനമാണ്. മൗജൂദത്തിന്റെ പവറാണ്, ഇത് കറാമത്തിന്റെ പവറാണ്. അത് ഖുർആനിനും ഹദീസിനും ഇതെതിരല്ല. നേരെ മറിച്ച് തറാവീഹ് 8 മണി ഇൽഹാമുണ്ടായാൽ പോളാന്ന് പറയണം. കാരണം സഹാബത്തും അല്ലാഹുവിന്റെ റസൂലും പഠിച്ചതിനെതിരാണ്, നമ്മുടെ മുൻഗാമികൾ പഠിച്ചതിനെതിരാണ്. ഇവരെ കാണൊക്കെ വേണ്ടി ഔലിയാക്കൾ, ശരിയായ ഔലിയാക്കളുണ്ടല്ലോ, അവർ പഠിപ്പിച്ചതിനെതിരാണ്. ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. അതിനെയാണ് അതിന്റെ മാനദണ്ഡം. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു പവറുണ്ട്. മൂന്നാം കക്ഷി അവിശ്വാസികൾക്ക് ശിക്ഷയാണ്. അപ്പൊ ഒരു കക്ഷി തെറ്റ് ചെയ്തു പോയ പാപികൾ, അവർ തൗബ ചെയ്താൽ നമ്മൾ സ്വീകരിക്കും. രണ്ടാം കക്ഷി ഔലിയാക്കൾ, അവർ ചോദിച്ചാലുള്ള കൊടുക്കും. മൂന്നാം കക്ഷി അവിശ്വാസികൾ, അവർക്ക് ശിക്ഷയാണ്. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു തആല 3 സെക്ഷൻ തിരിച്ചുകൊണ്ട് 3 വിഭാഗത്തെ സംബന്ധിച്ചും പറഞ്ഞത്. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആതി വയഖ്ലബു മാ തഫഅലൂൻ ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد.
അതുകൊണ്ട് മാലിക് ഇബ്നു ദീനാറിന് അങ്ങനെ കഴിയുമോ എന്ന ചോദ്യമൊന്നും ചോദിക്കണ്ട. ഞാൻ എന്റെ ചരിത്രത്തിലേക്ക് തന്നെ പോകട്ടെ. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ എഴുതി കൊടുത്തു, സ്വർഗത്തിൽ ഒരു മാളിക, ആ മാളിക വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോകേണ്ടതില്ല. അതിന്റെ ഭംഗി ഒരിക്കലും നശിക്കുന്നില്ല, അതിന് കേടുവരുന്നില്ല, സുനാമി ബാധിക്കുന്നില്ല, ഭൂകമ്പം ഭയപ്പെടേണ്ടതില്ല, ഇടിവെട്ടുന്നത് പേടിക്കേണ്ടതില്ല, കാറ്റും കോളും വരുമ്പോ ഭയപ്പെടേണ്ടതില്ല. സുന്ദരമായ മാളിക എഴുതി എന്ന് കൊടുത്തു 1,00,000 ദീനാർ ഇങ്ങ് വാങ്ങി. ആ 1,00,000 ദീനാർ മുഴുവനും അന്ന് തന്നെ സാധുക്കൾക്ക് ധർമ്മം ചെയ്തങ്ങ് തീർത്തു. മാലിക് ഇബ്നു ദീനാറുള്ള കാശും എടുത്തിട്ടില്ല. മുതലാളികൾ വാങ്ങിയത് മുഴുവൻ പാവപ്പെട്ടവർക്ക് കൊടുത്തങ്ങ് തീർത്തു. ഇടക്കിടക്ക് ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യും. ജാഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുന്ന അങ്ങനെ കുറെ കാലം കുറെ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ശൈഖ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോ മിഹ്റാബിൽ നിന്നൊരു ചെറിയ കഷ്ണം കടലാസ് കിട്ടി. ആ കടലാസെടുത്ത് വായിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ കരഞ്ഞു. കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ കടലാസെടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജാഫർ ഇബ്നു സുലൈമാൻ, സുബ്ഹി കഴിഞ്ഞ ഉടനെ നമുക്കൊന്ന് യാത്ര പോകണം. എന്നെയും കൂട്ടിയിട്ട് യാത്രക്കിറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നിരുന്നപ്പോ ഞങ്ങൾ നേരത്തെ വലിയ മാളിക പണിയുന്നൊരു മുതലാളിയായ ചെറുപ്പക്കാരനെ കണ്ടില്ലേ? ആ ചെറുപ്പക്കാരന്റെ പഴയ വീട്ടിന്റെ സമീപത്തെത്തി. ചെന്ന് നോക്കുമ്പോ ആ വീട്ടിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കുന്നു. സമീപത്ത് ചെന്ന് നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുന്നു, മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മരണപ്പെട്ടു കഴിഞ്ഞോ? അതേ, കഴിഞ്ഞു. ഇന്നലെ മരിച്ചു, മയ്യിത്ത് കഫൻ ചെയ്ത് മറവ് ചെയ്ത് കഴിഞ്ഞു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കുളിപ്പിച്ചതാരാണ്? ആരാണ് പരിചരണത്തിനുണ്ടായത്? അതാ ഒരാൾ സമീപത്ത് വരുന്നു. വല്ല വിശേഷവും നിനക്ക് പറയാനുണ്ടോ? അദ്ദേഹം പറയുന്നു, വിശേഷങ്ങളൊന്നുമില്ല. മരണമാസന്നമായ സമയത്ത് എന്നെ സമീപത്തേക്ക് വിളിച്ചിരുന്നു. എന്നോട് ഇയാൾ പറഞ്ഞു, ഒരു കടലാസിന്റെ കയ്യിൽ തന്നു. ആ കടലാസ് കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോ ഈ കടലാസ് എന്റെ കഫൻ തുണിയുടെ ഉള്ളിൽ വെച്ച് കഫൻ ചെയ്യണമെന്ന് എന്നോട് വസിയത്ത് ചെയ്തു. ഞാൻ ആ കടലാസ് വാങ്ങി വെച്ചു. അല്പം കഴിഞ്ഞു വഫാത്തായി. വഫാത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മയ്യിത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് തന്ന കടലാസ് കഫൻ തുണിയുടെ ഉള്ളിൽ വെച്ച് കഫൻ ചെയ്തു. ഞങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്ത്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇതങ്ങ് പറഞ്ഞു തീരുമ്പോ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു കീശയിലേക്ക് കൈയിട്ടു. സുബ്ഹിന്റെ ശേഷം മിഹ്റാബിൽ വന്ന് വീണൊരു കടലാസിന്റെ കഷ്ണമില്ലേ? ആ കടലാസിന്റെ കഷ്ണം എടുത്തിട്ട് കാണിച്ചു ചോദിച്ചു, ഈ കടലാസും നിങ്ങളെ കയ്യിൽ തന്ന കടലാസും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഇദ്ദേഹം ഈ കടലാസ് നോക്കലും കരച്ചിലും തന്നെ. ഇതെങ്ങനെ നിങ്ങളെ കയ്യിൽ കിട്ടി മാലിക് ഇബ്നു ദീനാർ തങ്ങളെ? എന്താണ് ആ കടലാസിലുള്ളത്? ഹാദിഹി ബറാഅത്തുൻ മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ ഇലാ മാലിക് ഇബ്നു ദീനാർ. ഇത് ഒഴിമുറിയാണ്. ഇത് ജാമ്യത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്ന പത്രമാണ്. ആർക്കുള്ളതാണ്? മാലിക് ഇബ്നു ദീനാറിനുള്ളതാണ്. ഈ പറഞ്ഞ വ്യക്തിയുടെ പേരും വെച്ചുകൊണ്ടാണ്. അതിലുള്ളതെന്താണ്? നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള മാളിക എനിക്ക് കിട്ടിപ്പോയി, അതിനപ്പുറവും എനിക്ക് അല്ലാഹു തന്നുപോയി. ഇനി നിങ്ങൾക്ക് ബാധ്യതയൊന്നുമില്ല കേട്ടോ. ഇതറിയിക്കുന്ന വാചകമാണ് കടലാസിലുള്ളത്. ഈ കടലാസ് ഇങ്ങനെ എടുത്തങ്ങ് വായിച്ചപ്പോ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു വലിയ മുതലാളി എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഓ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, 2,00,000 ദീനാർ നിങ്ങൾ എന്നിൽ നിന്നൊന്ന് സ്വീകരിക്കൂ. എനിക്കും ഇതുപോലെ സ്വർഗത്തിൽ ഒരു മാളിക തരുമെന്ന് നിങ്ങളൊന്ന് എനിക്ക് എഴുതിത്തരൂ.
മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കാന നടന്നതൊക്കെ നടന്നു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അങ്ങനെ എഴുതി കൊടുക്കുന്ന ഏർപ്പാടില്ല. ഞാൻ ഈ സംഭവം എന്ന് പറഞ്ഞു. മഹാനായ സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇർശാദുൽ ഇബാദിൽ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഞാനിതിനു വേണ്ടി പറഞ്ഞു, എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, സ്വർഗത്തിൽ എനിക്ക് മാളിക കിട്ടുമെന്ന് ഉറപ്പിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന് 1,00,000 ദീനാർ സന്തോഷത്തോടെ കൊടുത്തു. എന്നാൽ അത്രയൊന്നും പ്രയാസമില്ലാതെ, അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് കൈനീട്ടുന്നു. 2 ലക്ഷം ദീനാർ പിടിക്കൂ, ഇങ്ങോട്ട് മുതലാളി കൈനീട്ടുന്നു. കാരണം കിട്ടുമെന്നൊരു ഉറപ്പ് കിട്ടിപ്പോ, പാരമ്പര്യ ലോകത്ത് വീട് കിട്ടുമെന്നൊരു ഉറപ്പ് കിട്ടിപ്പോയി. ഉറപ്പ് കിട്ടിയപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കുന്നതിനൊരൽപ്പവും മടി തോന്നുന്നില്ല. ശരിയായ ഉറപ്പ് ഈമാനാണ്. ആ ഈമാനുള്ളവന് ഒന്നും പ്രശ്നമല്ല. അവന്റെ നിസ്കാരം ഖളാകുന്നില്ല, ജമാഅത്തിന് പോകാൻ അവന് മടിയില്ല. അവന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ചീത്ത കേൾക്കുമ്പോൾ പ്രയാസമില്ല, ശരി കേൾക്കുമ്പോൾ പ്രയാസമില്ല. അത് പായസം കണക്കെ അവൻ സ്വീകരിക്കുകയാണ്. നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞില്ലേ, SSFകാരൻ എല്ലാ കത്തറയും എന്ന് പറഞ്ഞില്ലേ. എല്ലാ കത്തറയും അങ്ങോട്ട് ഉണ്ടാക്കുമെന്നല്ല, കത്തറക്കാർ വരുമ്പോൾ അതൊക്കെ നേരിടുന്ന പറഞ്ഞതിന്റെ അർത്ഥം. കത്തറക്കാർ SSFകാരനായതുകൊണ്ട് കല്ലുപിടിച്ച് ചെല്ലുന്നു, ഭക്ഷണം പുറത്തുനിന്ന് വേറെ, തിരിച്ചുവിടുന്ന് വേറെ ചെല്ലുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് SSFന്റെ പ്രവർത്തകനാകുമ്പോ എല്ലാ കച്ചറ ടീമിന്റെയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അങ്ങനെ നേരിടുമ്പോ ഞാൻ ഇതിന് നിന്നിട്ടല്ലേ കയ്യൂല എന്ന് വിചാരിക്കൂല. പാൽപ്പായസം പോലെ ഉണ്ടാവും പ്രയാസങ്ങൾ. പാൽപ്പായസം കുടിക്കുമ്പോഴുള്ള ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ടിരിക്കും. കാരണം അതിന് മാത്രം എനിക്ക് മുന്നിട്ടല്ലോ. ഇതല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞില്ലേ. അപ്പൊ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നല്ല സന്തോഷം. എല്ലാ കത്തറയും എന്നോട് സംസാരിക്കുന്നു, എല്ലാ മോശവും എന്നോട് പറയുന്നു. ആരെയും വിവരമില്ലാത്ത ആൾക്കാർ. അപ്പോൾ അവർക്ക് മറുപടി പറയാൻ അവർക്ക് വെറുപ്പാണ്. ഇങ്ങോട്ട് ചീത്ത പറയുന്നവർക്ക് പകരം ചീത്ത പറയൽ ഇങ്ങനെ പരക്കുകയല്ലേ. അതുപോലെ എന്നെ മറ്റുള്ളവരൊക്കെ ചീത്ത പറയുമ്പോ, കുറ്റം പറയുമ്പോ എന്റെ ഗുണങ്ങളും ഫലങ്ങളും ജനങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് എന്റെ സ്വഭാവമെന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ. ഇപ്പൊ സഹോദരന്മാരെ, മനസ്സ് നന്നായാൽ മറ്റുള്ളവർ ചീത്ത പറയുമ്പോ അതിലൊരു വിഷമവുമില്ല, സന്തോഷം തന്നെ. ഒരു വിഷമം ഉണ്ടാകും, പഠിച്ചവനെ ആ മനുഷ്യൻ മോശമായി പോയി, ആഖിറം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന വിഷമമുണ്ടാകും. അല്ലാതെ നമുക്കെന്തെങ്കിലും പറ്റിയില്ലോ ഒരു വിഷമം ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു കുറച്ച് നേരത്തെ പറഞ്ഞില്ല. നവവി ഇമാം റളിയല്ലാഹു അൻഹു തൊപ്പി കാട്ടിട്ട് കള്ളൻ ഓടിക്കണം. നവവി ഇമാം റളിയല്ലാഹു അൻഹു എന്റെ തൊപ്പി പോയല്ലോ എന്നല്ല ചിന്തിച്ചത്, പക്ഷവനെ അവൻ നരകത്ത് കിടക്കുമല്ലോ. അതിനവനെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ എന്താണ് വഴി? അപ്പൊ എന്ത് ചെയ്തു? തൊപ്പി പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് നവവി ഇമാമിന് മനസ്സമാകാനല്ല. കാരണം ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അയാൾ അറിയില്ല. അപ്പൊ അയാൾ ഉപയോഗിക്കൽ ഹറാമിനെ. അതുകൊണ്ട് പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം അയാൾ അറിയിക്കണമെന്ന് മനസ്സിലാക്കില്ല. ഇങ്ങനെ കള്ളന് പൊരുത്തപ്പെട്ട വിവരം അറിയിക്കുന്നതിന് കള്ളന് അത് ഉപയോഗിക്കൽ ഹലാലാണ്. മനസ്സിന്റെ ഒരു നന്മ നോക്കി നിങ്ങളും. നമ്മളാണെങ്കിലോ പഹയന് ഇവിടെങ്കിലും കാല് വെച്ചിട്ട് കൊണ്ടുണ്ടെങ്കിൽ ഒരു യാസീനോടും പതിരിങ്ങൾ വരുന്നത് ആദ്യം അല്ലേ. കള്ളന് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് അതയാൾക്ക് ഹലാലാകാൻ വേണ്ടി വിവരം പറയണമെന്നാണ് വിചാരിക്കുന്നത്. അതിന് നാം എന്ത് ചെയ്തു? കള്ളൻ ഓടുന്നത് കാണുന്നുണ്ട്, പിന്നാലെ ഓടി. എന്തിനു പൊരുത്തപ്പെട്ടു എന്ന് പറയാനാ ഓടുന്നത്? ഓടി ഓടി കള്ളന്റെ സമീപത്തെത്തിയപ്പോ കള്ളൻ പിന്നിൽ ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഉടമസ്ഥൻ പിന്നാലെ വരുന്നു. കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. അവന് ആ നല്ല മനസ്സില്ലല്ലോ.
ഈ വലിയ മഹാനെ സംബന്ധിച്ച് ഈ മഹാൻ എനിക്ക് പൊരുത്തപ്പെടാനാ വരുന്നു അവന്റെ മനസ്സിൽ ഒരു കാലത്തും തോന്നൂല. കാരണം എന്തുകൊണ്ട്? മഹാന്മാരെ പറ്റി നല്ല മനസ്സ് തോന്നണമെങ്കിൽ ആദ്യം നല്ല മനസ്സ് ഇവനുണ്ടാകണ്ടേ. നിങ്ങൾ കാണുന്നില്ലേ, ചിലരെപ്പോ നോക്കിയാലും മഹാന്മാരെ കുറിച്ച് പറയൂ, മഹാന്മാരെ തെറ്റിദ്ധരിച്ച് സംസാരിക്കൂ. കാരണം അവന്റെ മനസ്സത്രയും മോശമാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ മനസ്സിൽ തോന്നി ഇമാം നവവി എന്റെ ഗുണത്തിന് വരുന്നു എന്നല്ല, ഇമാം നവവി എന്നെ പിടിക്കാൻ വരുന്നു എന്നാ തോന്നിയത്. അപ്പൊ ഇവൻ സ്പീഡ് കുട്ടി ഓടാൻ തുടങ്ങി. അപ്പോഴാ ഇമാം നവവി ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോനെ പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു, ഒന്നിൽ കേട്ടിട്ട് ഓടിക്ക മോനെ. ഇതാണല്ലോ മഹാന്മാരെ സ്ഥിതി. അവർക്ക് ആരോടും വൈരാഗ്യമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല. എത്ര തെറ്റ് ചെയ്തു പോയ മനുഷ്യനോടും അവൻ മോശമായി ആഹാരം നഷ്ടപ്പെടുന്നല്ലോ എന്ന വേദനയില്ലാതെ, എന്നെ ചീത്ത പറഞ്ഞല്ലോ, എന്നെ തെറി പറഞ്ഞല്ലോ എന്ന ചിന്തയില്ല. അതാണ് ആരിഫീങ്ങളെ മനസ്സ്, അതാണ് ഔലിയാക്കളെ മനസ്സ്, അതാണ് സാലിഹീങ്ങളെ മനസ്സ്. ഇരിക്കട്ടെ, അതല്ലേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ജാഹിലീകൾ അവരോട് സംസാരിക്കുമ്പോൾ രക്ഷപ്പെടുന്ന വാക്ക് പറയുന്നു, അവര് കച്ചറക്കില്ല, കച്ചറ നേരിടുന്നത് നന്മയിലൂടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാൽ, അള്ള തരുന്നവനാണെന്ന് ചിന്തിച്ചാൽ, പടച്ചവന്റെ പൊരുത്തം വേണമെന്ന് ആഗ്രഹിച്ചാൽ, അവന് സുബ്ഹിന്റെ ജമാഅത്തിന് വരാൻ മടി തോന്നുന്നില്ല. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ കഴിയൂരാന്നുള്ള ചിന്ത വരുന്നില്ല. സുന്നത്ത് നിസ്കരിച്ചത് പോരാ, എന്റെ അൽക്കൽപ്പ് വെള്ളിയാഴ്ച ഓതിയത് പോരാ, ഞാൻ ഈ റമദാനിൽ ഓതിയ ഖുർആനോത്ത് പോരാ, എന്റെ സദഖകള് പോരാ, എന്റെ അമലുകൾ പോരാ. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും നല്ല കാര്യം ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയും അതിന് മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിലയ്ക്ക് മനുഷ്യൻ ഈമാൻ ഉറക്കുമ്പോൾ, പ്രതിഫലം കിട്ടുമെന്ന് ഉറക്കുമ്പോൾ, മനുഷ്യന് ആഖിറത്തിലേക്കുള്ള ഡ്യൂട്ടി വർദ്ധിച്ചു കിട്ടാൻ, ജോലി വർദ്ധിച്ചു കിട്ടാൻ മനുഷ്യൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈമാനില്ലെങ്കിലോ, ഈമാനിലെ സുന്നത്ത് നിസ്കരിക്കും വർഷനെ എങ്ങനെയായിപ്പോ നിസ്കരിക്കാൻ എടുക്കുക ഉസ്താദ് കാണുന്നുണ്ടല്ലോ. മുത്തഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മളെ നേതാ കോളേജിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. എങ്ങനെ സുന്നത്ത് നിസ്കരിക്കാതിരിക്കുക, എങ്ങനെ ഇപ്പോ രാവിലെ പോകാൻ ഓതാതിരിക്കുക, കറണ്ട് പോയിട്ട് കുറച്ചിറങ്ങി കിടന്നോ. ഇങ്ങനെ വിചാരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ. ഈ സദസ്സിലും ഈ കോളേജിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞാൻ പറയുന്നതും. ഒരിക്കലും തന്നെ ആഖിറം ചിന്തിച്ചുകൊണ്ട്, പാരത്രിക ലോകം ചിന്തിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രതിഫലം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരാൾക്കും സൽക്രമത്തിന് പ്രയാസം ഇല്ല, ദുഷ്കർമ്മങ്ങൾ ജീവിക്കുന്നതിന് പ്രയാസം ഇല്ല. ഏത് മനുഷ്യന്റെയും അവസ്ഥ. അതുകൊണ്ട് നല്ല ഈമാനോടുകൂടി ആഖിറത്തിലുള്ള വിശ്വാസത്തോടുകൂടി ജീവിച്ച് മരിക്കണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഒരു 10 മിനിറ്റ് കൂടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വേദന നിർത്തുന്നു. ഇടക്ക് പറയാൻ എല്ലാ വിഷയവും വേദന കഴിയോ, ഒരു ദിവസം കൊണ്ട് വരെ കഴിയില്ല. വേദന്റെ കേസറ്റുകൾ ധാരാളം കിട്ടുമ്പോൾ വാങ്ങി കേൾക്കാം. ഈ അടുത്ത് ഞാൻ തലശ്ശേരി ഒരു വേദന മുസ്ലിം ഐക്യവും 3-ാം ഖുതുബയും എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗം. ഇപ്പൊ നന്നാക്കല് ചോറ് വരക്കാല് ബാറ് ബാറ. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇടക്ക് പറയാം. ധാരാളം കേസറ്റുകളുണ്ടാവുമല്ലോ, കേൾക്കാം. ഈ വരുന്ന 23-ാം തീയതി 7 ദിവസം ഞാൻ നാദാവർക്ക് വേദന തുറക്കേ. 7 ദിവസം വേദ കിട്ടാമത്തെ സംബന്ധിക്കുന്ന കഴിഞ്ഞ കൊല്ലം പറഞ്ഞതിന് മുമ്പത്തെ കൊല്ലം പറഞ്ഞിരുന്നു. അതിന്റെ ഒക്കെ കേസറ്റ് 14 ദിവസം കേസറ്റുണ്ട്. ഈ കൊല്ലത്ത് കേസറ്റ് ഇറക്കുമ്പോൾ വാങ്ങി കേൾക്കാം. ഇതെല്ലാം വേദ ഒരു ദിവസം കൊണ്ട് പറയാനാവില്ല. പിന്നെ 7 ദിവസം നാദാവർക്ക് വേദ വരുമ്പോൾ ചേർത്ത് തോന്നുന്നത് എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞുകൂടെയാണ്. നാദാവർക്ക് തന്നെ ഒരു കൊല്ലത്തിലൊരു 7 ദിവസം വീട്ടിൽ പോകാലോ. അത് വേറെ സ്ഥലത്തായാൽ നടക്കില്ല. അപ്പൊ കുറച്ചങ്ങനെയും വേണ്ടേ. അപ്പൊ അതുകൊണ്ട് നാദാവർക്ക് 7 ദിവസം വേദ വരാതില്ല. വേറെ ചില കാരണങ്ങളുണ്ട്. പഴയ നാടാണ് നാദാവരം. വലിയ വലിയ ആയിരിക്കും മൗലിയാക്കളൊക്കെ നടന്ന് ജീവിച്ച എന്റെ കുടുംബങ്ങളൊക്കെ എന്റെ ഉമ്മാവയും വാപ്പയും ഒക്കെ കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ഒക്കെ സുന്നത്തിന്റെ മായത്തിന്റെ അക്കയിലെ ജനങ്ങൾ ഇങ്ങനെ പിന്നോട്ട് പോവാൻ.
മുറിയം മുലിയന്മാരെ ഫത്വയും അതുപോലെ ആളുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എത്രയോ ജനങ്ങൾ പെരുന്നാളിന്റെ വണ്ടി മേടിച്ചു നേരെ മാഹിയിലേക്ക് പെട്രോൾ അടിക്കാനല്ല കള്ളുടിക്കാൻ. നിനക്ക് ഓരോ രാജ്യങ്ങളും ഇപ്പോൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബാധ്യതയില്ലേ? വീട് നോക്കൽ കൂടുതൽ ബാധ്യതയുണ്ട്, വീട് നോക്കൽ കൂടുതൽ ബാധ്യതയുണ്ട്, നാട് നോക്കൽ കൂടുതൽ ബാധ്യതയുണ്ട്. നമ്മുടെ എ പി ഹക്കീം അബ്ദുൽ ഹക്കീം മുസ്ലിയാർ അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹം ഈ നാട്ടിൽ നല്ല ദീൻ സ്ഥാപനമുണ്ടാകണം എന്ന് ചിന്തിച്ചു. അതിനുവേണ്ടി അദ്ദേഹം വലിയ പ്രവർത്തനങ്ങൾ നടത്തി. അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. നല്ല പ്രവർത്തനങ്ങൾ ധാരാളം ഇവിടെ ധാരാളം നടത്തി. പിന്നെ കുറെ സ്ഥലങ്ങളിൽ നടത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, നാട് നോക്കണം, നാട് നോക്കാതിരുന്നൂടാ. ചില ആളുകൾ ഇതിന് മുമ്പ് ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുക്കും മംഗലാപുരം. അപ്പൊ ഒരാൾ പറഞ്ഞു, വേറൊരാളെ പറ്റി ഇവിടെ നിന്നുള്ള ആളല്ല, കർണാടക സ്റ്റേറ്റിലുള്ള ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു, എന്ത് അന്തപുരസ്ഥാതുണ്ട് യോഗത്തിലുണ്ട്. അപ്പോ ഒരു മീറ്റിംഗിൽ ഒരാൾ പറഞ്ഞു, ഒരു മുസ്ലിയാരെ പറ്റി അദ്ദേഹത്തിന്റെ മകളെ ഭർത്താവിന് മാനേജറായി കഴിഞ്ഞു. കർണാടകയിലുള്ള സ്ഥാപനത്തെ കുറിച്ചാണ്, ഇവിടെ ഒന്നല്ല കേട്ടോ, മറ്റൊരു കുറിച്ചൊന്നല്ല, അങ്ങനെ തിരിച്ചിരിക്കണ്ട. അങ്ങനെ ഒരാൾ പറഞ്ഞു. ഉടനെ ഞാൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? അയാളപ്പോ എനിക്ക് പറ്റുമെന്നല്ലേ നോക്കേണ്ടത്. നേരെ മറിച്ച് മകളെ ഭർത്താവായാൽ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇസ്ലാം ദീനിന്റെ ചരിത്രം പഠിച്ചിട്ടില്ലെന്ന് ചോദിക്കുകയാണ്. എന്താണ് ഇസ്ലാം ദീനിന്റെ ചരിത്രം? ഇസ്ലാം ദീനിന്റെ ചരിത്രം 4 ഖുലഫാഉർ റാഷിദീങ്ങളാണുള്ളത്. ശേഷം 4 ഖുലഫാഉർ റാഷിദീങ്ങൾ. 4 ആളും ആരാധന ചോക്ക്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ്, അമ്മോശന, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യന്റെ വാപ്പയെ. രണ്ടാമത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അമ്മോശന, ഭാര്യന്റെ വാപ്പയെ, ഹസ്സൻ റളിയല്ലാഹുവിന്റെ വാപ്പയെ. മൂന്നാമത്തെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പുതിയാപ്പിളയാണ് റളിയല്ലാഹു അൻഹു. 2 ആളെ കെട്ടിയിട്ടുണ്ട്, പുതിയാപ്പിളയാണ്. നാലാമത്തെ അലി ഇബ്നു അബീ ത്വാലിബ്, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പുതിയാപ്പിളയാണ്. അപ്പൊ 2 അമ്മോശനും 2 പുതിയാപ്പിളായിരുന്നു. 4 ഖുലഫാഉർ റാഷിദീങ്ങൾ. പിന്നെ അവിടുന്നല്ലേ നമ്മുടെ ചരിത്രം തുടങ്ങുന്നതന്നെ. അപ്പൊ അതുകൊണ്ട് അതൊരു വിഷയമല്ലാന്ന് പറഞ്ഞാൽ പിന്നെ നോക്കുമാർക്കും സാധിക്കാറില്ല. അങ്ങനെ തുടക്കാന്ന് പിന്നെ പറഞ്ഞില്ലല്ലോ, പുതിയാപ്പിളയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മനസ്സിലാക്കണം, ദീനീ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും നടത്താൻ വേണ്ടി കഴിയണം. അപ്പൊ നാദാവിട്ട് അങ്ങനെ വേദം പറയുന്നു, അതിന് കേസിട്ടിട്ട് മുൻ കേട്ടോളി. കേസിട്ട് വാങ്ങിയാലില്ലെങ്കിൽ സിറാജിൽ തന്നെ ഒരേ കലണ്ടർ വാങ്ങണം. ഞാൻ ഇതുവരെ പറയാതെ മറ്റതിന്റെ കലണ്ടർ തീരട്ടെ എന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് സിറാജിൽ തന്നെ ഒരേ കലണ്ടർ വാങ്ങണം. ഇവിടെ വന്നപ്പോ ഒരുപാട് ആളുകൾ നേരത്തെ പരിശോധനയുണ്ട്, കലണ്ടർ വെച്ച് പൈസ ഉണ്ടാക്കാനല്ല. അത് വിറ്റപ്പോ 10 ഞങ്ങൾ കൊടുക്കുക, 60 രൂപയിൽ മുതലുണ്ട്. അതൊരു പ്രചരണമാണ്. അതെങ്കിലും വാങ്ങണം. നേരത്തെ കിട്ടിയിട്ട് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 1-2 ലക്ഷം രൂപ ഒരു മാസം നേരത്തെ തന്നെ. അതുകൊണ്ട് അല്ലാഹുവിന് അവന്റെ ഖജനാവിൽ ഇനിയുണ്ടെന്ന് ധാരാളം തരാൻ. എന്റെ കലണ്ടർ കിട്ടിയില്ലെങ്കിലും അല്ലാഹു തരാം. കലണ്ടർ പ്രചരണത്തിലാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, നാം ഉറച്ച ഈമാനുള്ളവരാണ്. ഈമാൻ നമ്മുടെ ഖൽബിൽ ഉറച്ചാൽ ഒന്നിനും പ്രയാസമില്ല, ഉറപ്പൊഴിക്കുന്നതിന് പ്രയാസമില്ല. എസ്എസ്എഫിന്റെ സമ്മേളനത്തിന് വേണ്ടി കൊടികെട്ടുന്ന ഒരു പ്രയാസമില്ല, ആളുകൾ പരിഹസിക്കും പ്രയാസമില്ല, ചീത്ത പറയുമ്പോൾ പ്രയാസമില്ല, ഒന്നിനുമില്ല. ഉറച്ച ഈമാനുമാണ്. അതല്ലേ നിങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ ഉമർ ഇബ്നുൽ ഖത്താബിന് വലിയ പ്രശ്നമുണ്ടായതെപ്പോഴാണ്? ഒരു നേരത്തെ അസർ നിസ്കാരം ഖളാആയി പോയി. എന്തുകൊണ്ട് ഖളാആയി പോയി? യുദ്ധത്തിന്റെ രംഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനും ഒന്നായി ഒരുമിച്ചുകൂടി മുന്നണിയായി അല്ലാഹുവിന്റെ ദീനിനെ എതിർക്കാനും മുസ്ലിമീങ്ങളെ കൊല്ലാനും വന്നപ്പോ അന്ന് യുദ്ധത്തിൽ ഓടിയും ചാടിയും നിസ്കരിക്കാനുള്ള ഓർഡർ വന്നിട്ടില്ലായിരുന്നു. യുദ്ധം തിങ്ങിവെട്ടുന്ന സമയത്ത് ഓടിക്കൊണ്ട് നിസ്കരിക്കാം, ചാടിക്കൊണ്ട് നിസ്കരിക്കാം. ആ നിസ്കാരത്തിന്റെ ഓർഡർ വരാത്ത കാലമാണ്. അന്നത്തെ കാലത്ത് നിസ്കാരം അസർക്കവായി പോയി. ഖത്താബിന്റെ മനസ്സിൽ വീട്ടിൽ പോകാത്തത് പ്രശ്നമല്ല, ശത്രുക്കളുടെ പോരാട്ടം പ്രശ്നമല്ല, പ്രയാസങ്ങളൊന്നുമില്ല. പ്രയാസം അസർക്കവായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നുന്നത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനും പ്രയാസം അസർക്കവായി പോയത് തന്നെ.
ശത്രുക്കൾ വലിയ കല്ലെടുത്തിട്ട് എറിഞ്ഞ് കാലിന്റെ തണ്ടൽ മുറിഞ്ഞ് രക്തമിങ്ങനെ പൊട്ടി ഒലിക്കുമ്പോ ഈ പർവ്വതമെടുത്ത് ഞാൻ അവരെ അങ്ങ് നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി നിസ്കാരം ശത്രുക്കളുടെ കാരണം കൊണ്ട് ഖളാ ആയി പോയപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചുപോയി, അവരുടെ വീട് നീ തീയാൽ നിറക്കണം റബ്ബേ. ദീനീ പ്രവർത്തനത്തിനും അല്ലാഹുമായുള്ള മുനാജാത്തിനും തടസ്സം സൃഷ്ടിച്ചപ്പോൾ മനസ്സ് വേദനിച്ചുപോയി. അതേസമയം സ്വന്തം കാലിന് നേരത്തെ കല്ലെടുത്തെറിഞ്ഞപ്പോൾ മനസ്സിന് വേദന തോന്നിയിട്ടില്ല. അത് പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാനുള്ള വഴിയാണല്ലോ. ഇതുപോലെ നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ സ്വന്തം കൈ തൊണ്ടയിലേക്ക് ഇടുന്നു, എന്നിട്ട് ഛർദിക്കുന്നു, വീണ്ടും ഛർദിക്കുന്നു, വീണ്ടും ഛർദിക്കുന്നു. എന്തേ കാരണം? അടിമ ഒരു ഭക്ഷണം കൊണ്ട് കൊടുത്തു. ഭക്ഷണം കഴിച്ച് തീർന്നപ്പോഴാ പറയുന്നത്, എനിക്കറിയാത്ത കാര്യം അറിയുമെന്ന നിലക്ക് നടിച്ചു. എന്നിട്ടോ മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിച്ചു. ആ വകയിൽ അദ്ദേഹം വിളിച്ച ജോലി വകയിലേക്ക് കിട്ടിയ കൂലിയാണിത്. ആ കൂലി കൊണ്ടാണ് ഭക്ഷണം തന്നതെന്ന് പറഞ്ഞപ്പോ ഭക്ഷണം ഹലാലായ വഴിയിലല്ലോ, അറിയാതെ എന്റെ വയറ്റിലെത്തിയല്ലോ. ചിന്തിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തൊണ്ടയിലേക്ക് വിരളങ്ങിട്ടു. തിന്നത് മുഴുവനും ഛർദിച്ച് തൊണ്ട വേദനിക്കുന്നു. വല്ലാത്ത വിഷമം തന്നെ. പക്ഷേ എന്റെ വയറ്റിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി എനിക്ക് ഹൗദുൽ കൗസർ കുടിക്കേണ്ട വെള്ളം വയറല്ലയോ, സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കേണ്ടതല്ലയോ? അതേ ഹറാമിനാലുണ്ടായ മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണല്ലോ. എനിക്ക് ഹറാമിന്റെ പോഷകങ്ങൾ വേണ്ട. അതുകൊണ്ട് തന്നെ ഓരോ തുള്ളിയും ഛർദിക്കുന്നു. അവർക്കപ്പൊ ഛർദിക്കുന്ന സമയത്ത് പ്രയാസം തോന്നുന്നില്ല. ഇത് മുഴുവനും പുറത്ത് വന്നില്ലെങ്കിലേ പ്രയാസമുള്ളൂ. ഹലാലല്ലാത്തതിന്റെ വയറ്റിൽ പറ്റില്ല എന്ന് നിർബന്ധമാണ്. ഓ സഹോദരന്മാരെ, സജ്ജനങ്ങളുടെ മുഴുവനും ചരിത്രം അത് തന്നെയല്ലേ. രാത്രി സമയത്ത് വലിയ ചാക്കം തലയിൽ വെച്ച് പോകുന്നു, ചെറിയ തെന്നിന് ദൈത്വം എടുത്തു പോകുന്നു. പാവപ്പെട്ട പെണ്ണിന്റെ ചുരുച്ചപ്പുരയുടെ മുൻഭാഗത്ത് കൊണ്ടുപോയി വെച്ച് സ്വന്തം തന്നെ കല്ല് കൊണ്ടുവന്ന് വെച്ച് അതിന്റെ മേലെ കല്ലിന്റെ മേലെ പത്തിരി ചുടാനുള്ള ഉപകരണം വെച്ച് തീയൂരി കത്തിക്കുന്നു. يستقبل النار صوب النار في وجهه والعين من خشية سالت ما فيها. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലവനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീയൂരി കത്തിച്ചിട്ട് പത്തിരി ഉണ്ടാക്കി പാവപ്പെട്ട അഗതികളായ കുട്ടികൾക്ക് പാതിരക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുമ്പോൾ അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ താടിയുടെ ഉള്ളിലൂടെ പുക ഇങ്ങനെ പൊങ്ങുന്നു. അവിടുത്തെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു. പക്ഷേ വെള്ളമൊലിക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ തീയുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ പടച്ചറപ്പിന്റെ നരകത്തിൽ നിന്ന് മോചനം കിട്ടണമല്ലോ. വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിലങ്ങ് രൂഢമൂലമായപ്പോ നേരത്തെ ഒരു റൗഡിയായി ജീവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് അതാ അവിടുന്ന് ആഖിറത്തിന്റെ വിജയത്തിനല്ലാതെ ഒന്നിനും വില കൽപ്പിക്കുന്നില്ല.
ആഖിറം ചിന്തിച്ച് കരയുന്നു. അസറിന്റെ ജമാഅത്ത് 2 തോട്ടം കാണാൻ പോയി തിരിച്ചു വരുമ്പോ അസറിന്റെ ജമാഅത്ത് കഴിഞ്ഞു പോയതിനാൽ 2 തോട്ടവും സംഭാവന ചെയ്യുന്നു. ഈമാൻ ഉറച്ചാൽ മനുഷ്യന്റെ ചിന്ത ആഖിറം വിജയിക്കണമെന്നതാണ്. ആ ചിന്തയിലങ്ങ് മുന്നോട്ട് പോകുമ്പോ എല്ലാം എളുപ്പം തന്നെ. ശരിക്കത്തിന്റെ പ്രശ്നമേ ഇല്ല. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഖൽബിൽ സാലിഹായ അമലുകൾ എളുപ്പം തോന്നുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം ഒരു ചെറിയ ചരിത്രം കൂടി പറഞ്ഞു നിർത്തട്ടെ. എല്ലാ സഹോദരന്മാരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. ഇത് ഒരു ദീനീ സ്ഥാപനമാണ്. സ്ഥാപനം വളരുന്ന കാലമാണ്. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, നാം നമ്മുടെ മക്കളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. ദഅവാ കോളേജ് ആരംഭിക്കുന്നത് തന്നെ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ ദീനീ രംഗത്ത് വളരണം, ഇൽമുള്ളവരായി വളരണം. മുതഅല്ലിമീങ്ങളായി വളരുന്നവർ വളരെ കുറഞ്ഞുപോയി. രക്ഷിതാക്കൾ പണ്ഡിതന്മാർ വരെ സ്വന്തം മക്കളെ ഇൽമു പഠിപ്പിക്കുന്നവർ വളരെ കുറഞ്ഞുപോയി. ഇൽമുള്ള ജനങ്ങൾ ഇനി ലോകത്തുണ്ടാകുമോ? കിതാബുകൾ സ്വന്തമായി മനസ്സിലാക്കുന്നവർ ഉണ്ടാകുമോ? പഠിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ പലപ്പോഴും കുട്ടികളെ കാലം കഴിക്കുകയാണ്. നഹവും സർഫും നന്നായി പഠിച്ച മുതഅല്ലിമീങ്ങൾ വളരെ വിരളമായി വരികയാണ്. സുബ്ഹാനല്ലാഹ്, ബിരുദം വാങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ദീനിന്റെ ഇൽമു അഗാധതയിലാക്കാൻ തെരഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നവർ വളരെ 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 ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, സ്വന്തം മക്കളെ ഇൽമു പഠിപ്പിക്കണമെന്ന ചിന്ത വേണം. സ്വന്തം മക്കളെ ഇൽമു പഠിപ്പിക്കണമെന്ന ചിന്ത വേണം. ആ ചിന്തയിൽ നമ്മൾ ഉത്സാഹിക്കണം. കൊടുക്കേണ്ടത് റബ്ബാണ്. റബ്ബ് കൊടുത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആ വഴിയിലേക്ക് മക്കളെ തിരിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഒരു മകനെങ്കിലും ഒരാലിമാക്കണമെന്ന ചിന്ത രക്ഷിതാക്കളെ നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ നാട്ടിലൊക്കെ കുറെ ആലിമീങ്ങളെയും മുസ്ലിയാമാരെയും കാണാനുണ്ട്. ചോദിക്കട്ടെ, ഭാവിയിൽ ആലിമീങ്ങൾ എവിടെ വളരുന്നു? ആരാണ് ഭാവിയിൽ നമ്മുടെ നാട്ടിൽ ആലിമീങ്ങൾ ഉള്ളത്? അല്ലാഹുവേ, ഞങ്ങൾ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞാൻ ചോദിക്കട്ടെ, താടിയും തലയുമൊക്കെ നരച്ച് പ്രായം വർദ്ധിച്ച് നമ്മുടെ ഉസ്താദുമാരൊക്കെ ക്ഷീണം വരികയല്ലേ അവർക്ക്? അല്ലാഹുവേ, അവരെ ക്ഷീണിപ്പിക്കാതെ അവരെ ദീർഘായുസ് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. നിങ്ങളോട് ചോദിക്കട്ടെ, പിൽക്കാലത്ത് ആലിമീങ്ങളെവിടെ? ഒരു മസല വന്നാൽ ചർച്ച ചെയ്യാനുള്ള ആളുകളെവിടെ? അതിന് ആലിമീങ്ങൾ വളർന്നു വരണ്ടേ സഹോദരന്മാരെ? നേരത്തെ ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ മുക്കിന് കള്ളശേഖന്മാർ വളരുന്നു. മുക്കിന് പല ചോദ്യവാസികളും വളരുന്നു. ദീനീ രംഗത്ത് ദീന് നശിപ്പിക്കാനുള്ള എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നീങ്ങുന്നു. അല്ലാഹുവിന്റെ ദീന് ഹഖായി മനസ്സിലാക്കി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള ആലിമീങ്ങൾ വളർന്നു വരണ്ടേ? ദഅവാ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയട്ടെ, ഉദ്യോഗസ്ഥരാകണം എന്ന ചിന്തയിൽ പഠിക്കുന്നതിന് പകരം ആലിമാകണം എന്ന ചിന്തയിൽ പഠിക്കാൻ നോക്കണം. എന്തേ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുനിയാവിന്റെ ഇൽമല്ലയോ, ശാസ്ത്രീയമായ ഇൽമ്. അവ ഏത് ധിക്കാരിക്കും കൊടുക്കുന്നതല്ലേ? ശാസ്ത്രീയമായ അറിവ് ഏത് നിരീശ്വരവാദിക്കും വന്ന കൊടുക്കുന്ന ഇൽമല്ലേ അത്? ഏത് തോന്നിവാസിക്കും, ഏത് കള്ളുകുടിയരും, ഏത് വ്യഭിചാരിക്കും, ഏത് തെമ്മാരിക്കും അല്ലാഹു തആല കൊടുക്കുന്ന ഇൽമല്ലേ അത്? ശാസ്ത്രീയമായ അറിവും മറ്റു അറിവും അത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതേ സമയത്ത് മുന്തിയ ഇൽമ് ഏതാണ്? നിലനിൽക്കുന്ന ഇൽമ് ഏതാണ്? ശരിയായ ഇൽമ് ഏതാണ്? അത് ശർഈയായ ഇൽമല്ലയോ? അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവല്ലയോ? ഏറ്റവും ഉയർന്നവനും വലിയവനുമായ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവല്ലേ ഏറ്റവും വലിയ അറിവ്? ഏറ്റവും മുന്തിയ ഏറ്റവും വലിയ മഹാനായ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള അറിവല്ലേ ഏറ്റവും വലിയ അറിവ്? അള്ളയും റസൂലും പഠിപ്പിച്ച അറിവല്ലേ ഏറ്റവും വലിയ അറിവ്? അതല്ലേ ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തിന് വേണ്ടിയുള്ള അറിവ്, ഒരിക്കലും അവസാനിക്കാത്ത കാലത്തിന് വേണ്ടിയുള്ള അറിവ്.
അറിവ്, അതല്ലേ നിലനിൽക്കുന്ന മാളികൾക്ക് വേണ്ടിയുള്ള അറിവ്, അതല്ലേ ദുഃഖം മുന്നിലില്ലാത്ത സുഖജീവിതത്തിന് വേണ്ടിയുള്ള അറിവ്. ആ അറിവ് നേടിയെടുക്കാൻ പള്ളി തെറുക്കിലെ മുതഅല്ലിമീങ്ങളും കോളേജുകളിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും എല്ലാവരും നന്നായി ശ്രമിക്കണം. അതാ പഠിക്കുന്ന സമയത്ത്, അതേ പഠിക്കുമ്പോ ഇതാ ഭൗതികമായ അറിവ് നേടുമ്പോ കയ്യിൽ കാശില്ലെങ്കിൽ, കാശില്ലാതെ തന്നെ പഠിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ദേവാ കോളേജിൽ പഠിപ്പിക്കൽ എന്ന് മനസ്സിലാക്കി ഭൗതിക വിവരം കിട്ടാൻ വേണ്ടി ദേവാ കോളേജിലേക്ക് മക്കളെ ചേർക്കുന്നതിന് പകരം മനസ്സൊന്ന് നന്നാക്കൂ മനുഷ്യ. ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി, മരിച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, ഇൽമ് പ്രചരിപ്പിക്കുന്ന ഉണ്ടാകാൻ വേണ്ടി എന്റെ മകൻ ദേവാ കോളേജിൽ പഠിക്കണമെന്ന് ചിന്തിക്കണം. മുതഅല്ലിമീങ്ങളെ പലതും ഒന്ന് ചിന്തിക്കണം. ആഖിറത്തിന് വേണ്ടിയുള്ള ഇൽമുകളും പഠിക്കുന്നത്, അതിനാണ് ഫലം. ആഖിറത്തിന് വേണ്ടി പഠിച്ചവർക്ക് ദുനിയാവ് കൊടുക്കാനും അള്ള കഴിവുള്ളവൻ തന്നെ. അല്ലെങ്കിലും ദുനിയാവ് ആരിവിടെ ജീവിച്ചാലും തീർന്നു പോകുന്നതല്ലേ, അവസാനിക്കുന്നതല്ലേ. അവസാനിക്കാത്തത് നേടിയെടുക്കുന്നവനല്ലേ ഭാഗ്യമുള്ളവൻ. ഈ ചിന്ത മുതഅല്ലിമീങ്ങളെ ഖൽബിലും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഉണർത്തട്ടെ. ചെറുപ്പക്കാരെ, നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട മുആദ് ബിൻ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, മുഅബ്ബിദും ചെറുപ്പക്കാരനാണ്, ഖല്ലാദും ചെറുപ്പക്കാരനാണ്, ബാപ്പന്റെ കാലിനും മുടന്താണ്. അംർ ഇബ്നുൽ ജമൂഹ് എന്ന ബാപ്പന്റെ പേരാണ്. അംർ ഇബ്നുൽ ജമൂഹ് ഇസ്ലാമിന്റെ കഠിന വിരോധിയാണ്. ആ ബാപ്പയെ ഹിദായത്തിൽ കൊണ്ടുവരണമെന്ന ചിന്തയിലാണ് മൂന്ന് ചെറുപ്പക്കാരായ മക്കൾ. നേരത്തെ SSFകാരെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, അതേ നല്ല ചിന്തയുള്ള ബാപ്പയെ സന്മാർഗത്തിലെത്തിക്കണമെന്ന് ചിന്തിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരായ മക്കൾ. ആ മൂന്ന് മക്കളുടെ പ്രവർത്തനം കൊണ്ട് ഉമ്മ ഇസ്ലാം മതം സ്വീകരിച്ചു. ബാപ്പയുടെ അടുക്കലങ്ങാട്ടിക്കാൻ കഴിയുന്നില്ല. ബാപ്പ ഇസ്ലാം മതം സ്വീകരിച്ചു. ബാപ്പക്ക് മക്കള്, ഉമ്മക്ക് ഖുർആൻ ഓടിക്കൊടുക്കുമ്പോ ബാപ്പ വന്നങ്ങൾ ഓടിക്കളയും. അതുപോലെ ഉമ്മ തന്നെയും ഖുർആൻ മറച്ചു വെക്കും. ബാപ്പ അംർ ഇബ്നുൽ ജമൂഹ് വലിയ സുന്നിക്കാരനാണ്. സുബ്ഹാനല്ലാഹ്, മക്കളെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ബാപ്പയൊന്ന് നന്നാകണമെന്നാണ്. ആ ചിന്തയിൽ ഇരിക്കുമ്പോ ഒരു ദിവസം ഭാര്യ ഖുർആൻ ഓതുന്നത് കേട്ടു. അതൊന്ന് കേൾക്കണമെന്ന് തോന്നിയ ഖുർആനിന്റെ വശീകരണ ശക്തിയല്ലേ, ഖുർആൻ വല്ലാത്ത ഗ്രന്ഥമല്ലേ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതഫദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഖുർആനിന്റെ ഫലം അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമല്ലേ. ഓ മുസ്ലിമീങ്ങളെ, ഒരു ദിവസം കുറഞ്ഞ സമയമെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തിക്കണം. അല്ലാഹുവിന്റെ കലാം ഒരു ദിവസം നമ്മൾ ഓതിയാൽ അത് അല്ലാഹുമായുള്ളൊരു ബന്ധമല്ലേ, അതൊരു വലിയ ഭാഗ്യമല്ലേ. റബ്ബേ, നിന്റെ ഖുർആൻ ഓതാലകൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നോക്കണം. അത് അല്ലാഹുവിന്റെ റസൂലുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വളരെ വലിയ കാരണം തന്നെ. തിരികെ ഇപ്പോഴതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഖുർആൻ കേട്ടു. അത് കേട്ടപ്പോൾ മക്കളെ ടെൻഷനിൽ ചോദിച്ചു, ബാപ്പാ നിങ്ങൾക്കും നിങ്ങൾ ഈ മനാസനെയും ആരാധിച്ചിരിക്കുന്ന നിങ്ങൾ അത് വിട്ടിട്ടൊന്ന് ഇസ്ലാമിൽ നിന്ന് വന്നുകൂടെ? ബാപ്പ പറഞ്ഞു, ഞാൻ എന്റെ മനാത്താന്ന് പറയുന്ന ദൈവമുണ്ട് എന്റെ പൂജാമുറിയിൽ, ഞാൻ ആ ദൈവത്തോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളെ കൂടെ വരാൻ പറ്റില്ലേ? ആ അത്ര ഉറച്ച വിശ്വാസം. അമൃബുൽ ജമൂഹമല്ല പോയി വലിയ ആദരവോടെ മനാത്താന്ന് പറയുന്ന ദൈവത്തിന്റെ അടുക്കൽ ചോദിച്ചു, ഇങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ട്, ഒരു ഖുർആൻ നല്ല രസമുള്ളതില്ല, അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ ആരാധനക്ക് വർഗം വേറാറില്ല എന്നാണ്, നിന്നെ ആരാധിക്കണ്ടെന്നാണ് ആശയം.
പിന്നെ പറയുന്നൊക്കെ നല്ല ആശയങ്ങളാണ്. ഈ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പിടിക്കാത്ത വാശൊക്കെ പിടിക്കൂന്ന് ഞാൻ വിചാരിക്കുന്നത്. വെള്ളോട്ടാണോ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഇത് പറയുമ്പോൾ പിടിക്കോന്നറിയില്ല. എന്റെ അഭിപ്രായം എന്താണെന്ന് ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ഇതുണ്ടോ ഇത് ഇങ്ങനെ നിൽക്കന്നെ. ഇയാൾ കുറെ ചോദിച്ചു, എന്നാ ഞാൻ ചോദിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ, എന്നാ ഞാൻ മറന്നാന്ന് പറഞ്ഞു മൂപ്പർ പഠിക്കുന്നു. അപ്പൊ മക്കൾക്ക് തോന്നി ബാപ്പനെ ഹിദായത്താക്കാൻ എന്നൊരു പരിപാടല്ലോ. നല്ല മക്കള് ഒരു മകന് രാത്രി മെല്ലെ വീട്ടിന്റെ ഉള്ളിലല്ലേ ഇതുള്ളത്, മെല്ലെ ഈ സാധനം എടുത്തിട്ട് വെച്ചിട്ട് കൊണ്ട് ഉറപ്പിച്ചു. പിറ്റേന്ന് നേർപ്പെടുത്തി ഇയാൾ നോക്കുമ്പോ ഇതില്ല. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു ഒട്ടാകെ നോക്കി നടന്നതെല്ലാം കൂടി കിട്ടി കൊണ്ടുവന്ന് അവിടെ തന്നെ വെച്ച് പിന്നെ മൂപ്പര് പൂജയൊക്കെ കഴിഞ്ഞ് അന്നും മടങ്ങിപ്പോയി. മക്കൾ അന്ന് രാത്രി മെല്ലെ എടുത്തോട്ടിച്ചോട്ടി. അത് പിറ്റേന്ന് രാവിലെ ഇയാളൊട്ടാകെ തെരഞ്ഞു പിടിച്ച് നോക്കി പിടിച്ചു കൊണ്ടുവന്ന് പിന്നെയും വെച്ച് പിന്നെയും പൂജിച്ച് അവിടെ വെച്ച് അന്ന് വെക്കുമ്പോ ഇയാള് ഇതിന്റെ കഴുത്തിൽ ഒരു ബാള് കൂടി കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ആരെങ്കിലും വന്നാൽ നീ എന്നെ നോക്കണം കേട്ടോ. ഞാൻ 2 ദിവസമായി നിന്നെ നോക്കി തെരഞ്ഞു പിടിച്ചുകൊണ്ടൊന്ന് കുളിപ്പിച്ചു കൊടുക്കുന്നു. ഇനി ആരെങ്കിലും ആക്രമിക്കാം, നീ എന്നെ നോക്കണോ മറ്റൊരു ബാളും കഴുത്തിൽ കെട്ടിച്ച് കൊടുത്തിട്ട് മുമ്പ് പോയി. കുട്ടികൾ നല്ല ഈ സാധനം രാത്രി കെട്ടിട്ട് ബാളും വീടും എല്ലാം കൂടി കെട്ടിട്ട് പൊട്ടക്കണ്ടി കൊണ്ടുപോയി. അതിന്റെ കൂടെ ഒരു കൽപ്പിനെയും കൂടി വെച്ച് കെട്ടിക്കൊടുത്തു, ഒരു മൗതായ കൽപ്പിനെയും വെച്ച് കെട്ടിക്കൊടുത്തു. അതുകൊണ്ട് ഒട്ടാകെ തെരഞ്ഞു ഒരു സ്ഥലത്തുമില്ല. പിറ്റേന്ന് ഞാൻ വെളുത്തപ്പോ അവസാനം ഒരു പൊട്ടക്കെട്ടി ചെന്നോക്കുമ്പോണ്ട് ഒരു ജീവൻ പോയ നായയും ഒരു ബാളും ഇതും കൂടി ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ മൂപ്പർ അവിടെ നിന്നിട്ട് പാടിയതാ, വല്ലാഹി ലൗ കുൻത ഇലാഹൻ ലം തകുൻ അൻത വഖൽബുൻ ലസ്ത വഖൽബുൻ വസ്ബിരിൻ ഫീ ഖറൻ. അല്ലാഹുവിനെ തന്നെ സത്യം, നീ ഒരു ദൈവമാണെങ്കിൽ ഇങ്ങനെ പൊട്ടക്കിണറ്റിൽ ഇമ്പാളും പിടിച്ച് എന്തായാലും ആഴ്ചയില്ലായിരുന്നു. അതുകൊണ്ട് എന്നോട് സംബന്ധിച്ചതിനൊന്നൊരർത്ഥമില്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വിട്ടുകെട്ടോ. അങ്ങനെ വന്ന മക്കളുടെ കൂടെ ദീനുൽ ഇസ്ലാം സ്വീകരിച്ച പ്രായമുണ്ട്, 10-70 വയസ്സ് പ്രായമുണ്ട്. ഒരു കാലിനും മുടന്തുമാണ്. ഈ 3 ചെറുപ്പക്കാരും ദീനിന്റെ സജീവ പ്രവർത്തകര് തന്നെ, വലിയ ഹിക്മത്തോടെ പ്രവർത്തിക്കുന്നവര് തന്നെ. അവര് 1-ാം നമ്പർ ദഅവയിൽ തന്നെ, ദീനീ പ്രചരണത്തിൽ തന്നെ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. ഹിക്മത്തോടെ ബുദ്ധിപരമായി ബാപ്പയെ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച മക്കൾ, ആ 3 മക്കളും അതാ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും കൊന്നൊടുക്കാൻ വേണ്ടി ഉഹദിലേക്ക് ശത്രുക്കൾ വന്നപ്പോൾ അവരെ നേരിടാൻ അവര് 3 പേരും അതാ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ആ ഒരുങ്ങുന്നത് കണ്ടപ്പോഴാണ് ബാപ്പ അംറുബ്നുൽ ജമൂഹ് അതാ എന്താ മക്കളെ നിങ്ങളെ ഒരുക്കമെന്ന് ചോദിച്ചു. അത് ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്. ഉടനെ അംറുബ്നുൽ ജമൂഹ് ഞാനും ഒരുങ്ങട്ടെ, യുദ്ധത്തിന് വേണ്ടി സാമഗ്രികൾ ഒരുക്കുന്നു. മക്കള് പറഞ്ഞു, ബാപ്പാ യുദ്ധത്തിന് പോകാൻ പാടില്ല, നിങ്ങളെ കാലിന് മുടന്താണ്, വയസ്സ് 10-60 മേലെയുണ്ട്, ആരോഗ്യം തകർന്നതാണ്, ഞങ്ങൾ ചെറുപ്പക്കാര് പോകും, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ല. അംറുബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്ന് വെള്ളം വരുന്നു. എന്താ കാരണം? മനസ്സിന്റെ അടിത്തട്ടിൽ അല്ലാഹുവിനെ കാണണം, അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ കൂടെ സ്വർഗത്തിലെത്തണം. അതിനെന്ത് ത്യാഗം സഹിച്ചാലും സന്തോഷം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, പ്രയാസമില്ല, ഈമാനുണ്ടെങ്കിൽ ഒന്നിനും പ്രയാസമില്ല, സന്തോഷമാണ്. അംറുബ്നുൽ ജമൂഹിനോട് മക്കള് തടഞ്ഞു വെച്ചപ്പോ അംറുബ്നുൽ ജമൂഹ് ഒരു കാലിന്റെ മേലെ ഞൊണ്ടി നടന്ന് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി
റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ തന്നെ പറഞ്ഞില്ല നബിയേ, ഇന്ന അബ്നാഇ ഹൗലാഇ യുരീദൂന അൻ യഹ്ബിസൂനി അൻ ഹാദൽ ഖൈർ. ഈ ഖൈറായ കാര്യത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെടുമ്പോ എന്റെ മക്കൾ എന്നെ തടഞ്ഞു വെക്കുന്നു നബിയേ. വഹും യതദറഊന ബിഅന്നി അറജു. എന്റെ കാലിന് മുടന്തുണ്ടെന്നാണ് അവർ മുടക്കം പറയുന്നത്. നബിയേ, ശരിയാണ്, എന്റെ കാലിന് മുടന്തുണ്ട്, പക്ഷേ എന്റെ കാലിന്റെ മുടന്ത് ഞാൻ ഉണ്ടാക്കിയതല്ല. അല്ലാഹ് എനിക്ക് തന്നത് ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. റബ്ബേ, കാലിന് മുടന്തില്ലാത്ത ആളുകളൊക്കെ ഇസ്ലാമിന് വേണ്ടി ശക്തിയായി പോരാടിയിട്ട് ദീനീ പ്രവർത്തനം നടത്തിയിട്ട് സ്വർഗത്തിൽ അവരുടെ സുന്ദരമായ ആരോഗ്യമുള്ള കാലെടുത്ത് വെക്കുമ്പോ കാലിന് മുടന്താണെന്നും പറഞ്ഞ് ഞാൻ പ്രവർത്തന രംഗത്തിറങ്ങാതെ ഞാനൊരു മൂലയിലിരുന്നാൽ എനിക്കും സ്വർഗത്തിലൊന്ന് കാലെടുത്ത് വെക്കണ്ടേ? ഈ ചിന്തയോടെ നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഇന്നീല അർജു അൻ അബഅബി ഉർജതി ഹാദിഹി അൽ ജന്ന. ഈ മുടന്തുള്ള കാലോടുകൂടിയെങ്കിലും ഇപ്പാവപ്പെട്ട അമ്രിന് മുടന്തുള്ള കാലോടുകൂടിയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ ചവിട്ടണം നബിയേ. മുടന്തുള്ള കാലോടുകൂടിയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ ചവിട്ടാനാശയുണ്ട് നബിയേ. ഖൈറായ പ്രവർത്തനത്തിൽ സമ്മതം തരണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, മോനെ, മക്കളെ, മുആദേ, മുഅവ്വിദേ, ഖല്ലാദേ, തടയണ്ട, പാപ്പക്കള്ള ഷഹീദായി മരിക്കാൻ ഭാഗ്യം കൊടുക്കൂ. ഷഹീദായി മരിക്കാൻ ഭാഗ്യം കൊടുത്തേക്കും തടയണ്ട. നിർബന്ധമില്ലെങ്കിലും ശത്രുവിന്റെ വാളിന്റെ മുന്നിലേക്ക് മുടന്തോടുകൂടെ പോകുന്നത് സന്തോഷമാണ്. ഉറച്ച ഈമാനാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. റബ്ബ് തരുമെന്ന ആഗ്രഹമാണ്, ചിന്തയാണ്. ആരോഗ്യം പ്രശ്നമല്ല, ശത്രുവിന്റെ വാള് പ്രശ്നമല്ല. ഇത് പ്രായം ചെന്ന അമ്രുവിന്റെ ചരിത്രം. എന്നാൽ സ്വന്തം മകനായ മുഹമ്മദോ ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത്, ഓ സഹോദരന്മാരെ, ആ മകൻ ഘോരമായ പോരാട്ടത്തിലാണ്. കൈപ്പലക്ക് വെട്ടേറ്റുപോയി. കൈയൊരു തോലിന്റെ മേലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. മോതിറക്കേറ്റ് വിട്ടുനിസ്കരിക്കാൻ മടി തോന്നുന്നില്ലേ ചെറുപ്പക്കാരാ? സുബഹിക്കെഴുന്നേറ്റ് നിസ്കരിക്കാൻ മടി തോന്നുന്നില്ലേ ചെറുപ്പക്കാരാ? കള്ളുകുടി നിർത്തിവെക്കാൻ മടി തോന്നുന്നില്ലേ? ചമ്മാടിച്ച് നിർത്താൻ മടി തോന്നുന്നില്ലേ? ആഖിറത്തിൽ ഉറച്ച വിശ്വാസമുണ്ടോ? ചെറുപ്പക്കാരനായ മുആദിന്റെ കൈപ്പലക്ക് വെട്ടേറ്റുപോയി. ഒരു തോലിന്റെ മേലെ കൈയിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. മുഅദ്ദിന് ആ കൈ വലിച്ച് പുറത്തങ്ങിട്ടു. ഒറ്റ കൈ കൊണ്ട് ചാടി യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിനിടയിൽ ഒരു ചാട്ടം മുന്നോട്ട്. അപ്പോഴതാ പുറത്ത് വലിച്ചിട്ട കൈ മുന്നിലേക്ക് വന്ന് വീണുപോയി. തോലിന്റെ മേലെ തൂങ്ങിക്കിടക്കുന്ന കൈ കൊണ്ട് ദീനീ പ്രവർത്തനത്തിന് ശല്യമായി പോയി. ഉടനെ ധൈര്യത്തോടെ കുനിഞ്ഞങ്ങി നിന്നു. എന്നിട്ടോ കൈയിന്റെ കൈപ്പടം താഴെയങ്ങി വെച്ചു. കാലുകൊണ്ട് സ്വന്തം കൈയിന്റെ മേലെ ചവിട്ടിയൊന്ന് പിടിച്ചു. എന്നിട്ട് മേൽപോട്ട് സ്പീഡിൽ ഒരൊറ്റ ഉയരലിൽ ഉയർന്നു. നീണ്ട നാരി പൊളിച്ചെടുക്കുന്നത് പോലെ കയ്യിന്റെ ഭാഗത്ത് നീണ്ട ഒരു തോലിന്റെ കഷ്ണത്തോടുകൂടി കൈ പറിച്ചിങ്ങെടുത്തു. മറുഭാഗത്തങ്ങ് മാറ്റിവെച്ചു. ഞാൻ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോ ശല്യം ചെയ്യുന്ന കയ്യവിടെ നിൽക്കട്ടെ. ഒറ്റക്കൈ കൊണ്ട് ഘോരമായ പോരാട്ടം തന്നെ. അപ്പുറത്ത് പ്രായം ചെന്ന ബാപ്പയോ, ബാപ്പ ഇങ്ങനെ ഞൊണ്ടി നടന്നു. ഒരു യുദ്ധത്തിൽ അതാ ശത്രുക്കൾ പല കിടമ്പതൊന്തികളും വരെ
വരുത്തി, പല ചതിപ്രയോഗങ്ങളും നടത്തി. മുസ്ലിം സൈന്യത്തിൽ പലരും വിഷമിച്ചു പോയ സമയത്ത് പ്രായമുള്ള മുടന്തുള്ള മഹാനായ മുടന്തോടുകൂടെ കുനിഞ്ഞ് നിവർന്നിങ്ങനെ പ്രവർത്തന രംഗത്താണ്. ആ സമയത്തിനിടയിൽ അതാ ശത്രുക്കൾ വന്നിഞ്ഞ് പൊതിഞ്ഞപ്പോ അവിടുന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നു, ഇന്നീലവസ്ഥാകുന്നിരൽ ജന്ന, ഇന്നീലവസ്ഥാകുന്നിരൽ ജന്ന, ഇന്നീലവസ്ഥാകുന്നിരൽ ജന്ന. ഞാൻ സ്വർഗത്തിലേക്ക് ആശവച്ചവനാണ്, സ്വർഗത്തിലേക്ക് ആശവച്ചവനാണ്, ഞാൻ സ്വർഗത്തിലേക്ക് ആശവച്ചവനാണ്. നിങ്ങൾ വെട്ടിയിട്ട് കാര്യമില്ല, കുത്തിയിട്ട് കാര്യമില്ല, എന്റെ പ്രായം നിങ്ങൾ നോക്കേണ്ടതില്ല, എന്റെ കാലിന്റെ മുടന്ന് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ഞാൻ സ്വർഗത്തിലേക്ക് മനസ്സ് വെച്ചവനാണ്. അതാ ഒരു വെട്ടേറ്റ് രണ്ട് കഷ്ടമായി വീടുപോയി. ഓ സഹോദരന്മാരെ, ആഖിറത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായാൽ, അല്ലാഹു തരുന്ന പ്രതിഫലം അങ്ങ് ഉറപ്പിച്ചാൽ, പടച്ച റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ശരിയായ ചിന്ത വന്നാൽ പിന്നെ പ്രയാസങ്ങളില്ല, സൽക്കർമ്മത്തിന് പ്രയാസമില്ല, ദുഷ്കർമ്മം കൈയൊഴിക്കുന്നതിന് പ്രയാസമില്ല. നമ്മൾ അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കണം, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കണം. ഈ പാവപ്പെട്ട എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് നിർത്തട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളാക്കണം റഹ്മാനേ. നല്ല ചിന്ത ഖൽബിൽ വളർത്തിത്തരണം റഹ്മാനേ. ദുഷിച്ച ചിന്തകൾ നീ ഞങ്ങളെ മനസ്സിന് പറിച്ചെറിയണം റഹ്മാനേ. ഞങ്ങളെ ഖൽബുകൾ നന്നാക്കണം റഹ്മാനേ. എല്ലാവരും ദിക്റുകളും മർഹൂം അബേലത്ത് തങ്ങൾ അല്ലാഹുവിനെ നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടട്ടെ. അതുപോലെ എത്ര മഹാന്മാരെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. നമ്മുടെ അബേലത്ത് തങ്ങളുടെ മകളെ ഭർത്താവ് ഹുസൈൻ സുഖമില്ലാതെ അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാൻ. സി ഉസ്താദ് ഓക്കെ ഉസ്താദ് നോക്കി ധാരാളം ആലിമീൻ, എന്റെ പ്രിയപ്പെട്ട എന്റെ ആത്മീയ ഗുരുവായി എന്നെ വളർത്തിയെടുത്ത പുല്ലുക്കൽ ഉസ്താദ് വഫാത്തായ ആണ്ട് കഴിക്കുന്ന സമയമാണ്. എന്നെ ദർസിൽ പറഞ്ഞിട്ട് എന്റെ ബാപ്പയോടുള്ള കടപ്പാട് തീരില്ല. പണ്ഡിത കുടുംബത്തിൽ ജനിക്കാത്ത എന്നെ എന്റെ ബാപ്പ ദർസിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ അല്ലാഹു എനിക്ക് അവസരം തന്നു. എന്റെ ബാപ്പയോട് എനിക്കുള്ള കടപ്പാട് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അല്ലാഹുവേ, സാധാരണക്കാരനാണ്, നീ അവിടുത്തെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും പ്രിയം വെച്ച കാരണം കൊണ്ട്, ഇൽമിനെ സ്നേഹിച്ച കാരണം കൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിച്ച് നീ ദോഷം പുറത്തു നീ ഖബറിനെ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. എന്റെ ബാപ്പ മരിച്ചത് ഈ മാസത്തിലാണ്, ഉസ്താദ് വഫാത്തായത് ഈ മാസത്തിലാണ്. അങ്ങനെ ഈ മാസത്തിൽ വഫാത്തായി പോയ പലരുമുണ്ട്. നമുക്ക് നമ്മിൽ മരിച്ചുപോയ എല്ലാവരുടെ പേരിൽ, നമ്മുടെ കുടുംബങ്ങളിലും ബന്ധപ്പെട്ടവരുടെയും പേരിൽ മുക്കാൽപ്പും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി സ്വലാത്തിൽ ദുആ ചെയ്യണം. ഈ സ്ഥാപനം അല്ലാഹുവേ നീ ഹഖിന്റെ മേലായി, ഹഖിന്റെ പ്രചാരകരായി ധാരാളം ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്ന സ്ഥാപനമായി ഈ സ്ഥാപനത്തെ നീ വളർത്തിയുയർത്തി തരണം റഹ്മാനെ.